Dear students, my name is Roshan Alex and I am a faculty at the electrical department at M. Sigma Gokulam. ഞാൻ ഇന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്ന സബ്ജക്റ്റ് DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ്. ഇൻഫാക്ട് S4 തന്നെ ഒരു കോർ സബ്ജക്റ്റാണ് ഈ സബ്ജക്റ്റ്. ഇലക്ട്രിക്കൽ മെഷീൻസ് എന്ന് പറയുന്ന വാസ്റ്റ് ടോപ്പിക്കിലേക്ക് നിങ്ങൾ എടുത്തു വെക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിക്കുന്ന വഴി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ അഡ്വാൻറ്റേജസ് ഉണ്ട്. യൂണിവേഴ്സിറ്റി എക്സാമിന് വളരെ ഈസി ആയിട്ട് എക്സാം എഴുതി പാസ്സാവാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഇൻ്റർവ്യൂസോ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സബ്ജക്റ്റിൻ്റെ റിലവൻസ് വളരെ അധികമാണ്. യൂഷ്വലി സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ എക്സാമിൻ്റെ തലേന്ന് കാര്യങ്ങളൊക്കെ ബൈ ഹാർട്ടായിട്ട് പഠിച്ച് എക്സാമിന് പോയി അറ്റൻഡ് ചെയ്യുന്ന ഒരു രീതി കാണപ്പെടാറുണ്ട്. പക്ഷെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരു ഇൻഡെപ്ത് ആയിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലോടല്ല എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മെമ്മറൈസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ കാണും, എക്സാമിന് അത് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടീസ് കാണും. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ഫെയിൽ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഈ സബ്ജക്റ്റ് പഠിക്കേണ്ട രീതിയിൽ പ്രോപ്പറായിട്ട് പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട രീതിയിൽ ഈ സബ്ജക്റ്റ് പഠിച്ചാൽ ലൈഫ് ലോങ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഈ ടോപ്പിക് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിനോട് ഒരു പാഷനും ഇൻട്രസ്റ്റും ഒക്കെ വന്നു തുടങ്ങും. ഞാൻ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നത് ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പല പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിൽ വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻറ്റ് ടോപ്പിക്കാണിത്. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈസി ആയിട്ട് ഈ സബ്ജക്റ്റിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ തന്നെ കമ്പയർ ചെയ്യുക. നിങ്ങൾ ഇത്രയും നാളും പഠിച്ചതും ഞാൻ പഠിപ്പിക്കുന്ന രീതിയുമായിട്ടുള്ളൊരു കമ്പാരിസൺ നിങ്ങൾ നടത്തുക. So let's directly go to the topic. And the topic is armature reaction. Armature reaction എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ഞാൻ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ടോപ്പിക്ക് നിങ്ങളുടെ KTUവിൻ്റെ സിലബസ് എടുത്ത് നോക്കി യു വിൽ സീ ഇറ്റ്. ഒരു മേജർ ടോപ്പിക്കാണ്. ഇൻഫാക്ട് KTUവിൽ പലപ്പോഴായിട്ട് ചോദിച്ച ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ആർമേച്ചർ റിയാക്ഷൻ. ഈ ടോപ്പിക്ക് DC മെഷീൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്നതാണ്. ദാറ്റ് ഡസൻറ്റ് മീൻ ഇത് DC മെഷീനിൽ മാത്രം സംഭവിക്കുന്ന ഒരു ഫിനോമിനൻ ആണ് എന്ന് ഞാൻ പറയത്തില്ല. There are other machines also which suffer from the same issue. ഈ ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ ആണെന്ന് മനസ്സിലായി, ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നത്തെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ ഇതിനെ എങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഇത് ഏത് സബ്ജക്റ്റിൽ വരുന്നതാണെന്ന് മനസ്സിലാക്കുക. കാരണം പലപ്പോഴും ഒരു ഇഷ്യൂ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ 4th സെമ്മിൽ 2 രീതിയിലാണ് പഠിക്കുന്നത്. ഇൻഫാക്ട് നിങ്ങളുടെ സബ്ജക്റ്റിനെ 2 സെക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് DC മെഷീൻസും ഒന്ന് ട്രാൻസ്ഫോമേഴ്സും. ഇതിൽ DC മെഷീൻസിലാണ് ആർമേച്ചർ റിയാക്ഷൻ വരുന്നത്. ഇൻഫാക്ട് DC മെഷീൻസിൽ മാത്രമാണ് ആർമേച്ചർ റിയാക്ഷൻ വരുന്നത്. ഓക്കെ, ബട്ട് അടുത്ത സെമ്മിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അടുത്ത സെമ്മിലെ S5 നിങ്ങൾ പഠിക്കും സിങ്ക്രണസ് മെഷീൻസ് ആൻഡ് ഇൻഡക്ഷൻ മെഷീൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കും. അവിടെ നിങ്ങൾ ആർമേച്ചർ റിയാക്ഷൻ കാണും. അവിടെ ആർമേച്ചർ റിയാക്ഷന് സിങ്ക്രണസ് മെഷീനിൽ അങ്ങനെ സംഭവിക്കും എന്നുള്ളത് മനസ്സിലാവും. സോ യു കാൺ ജസ്റ്റ് കൺക്ലൂഡ് ദാറ്റ് നമ്മുടെ ഈ ഒരു ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്നത് DC മെഷീനിൽ കാണപ്പെടുന്ന മാത്രമാണെന്ന് പറയാൻ പറ്റത്തില്ല. There are other machines also which experience the same issue. Okay, and 4th സെമ്മിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ജസ്റ്റ് 2 ഡിവൈസ് ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ്, which is basically DC മെഷീൻ ആൻഡ് ട്രാൻസ്ഫോമർ. ഇതിൽ DC മെഷീനിലാണ് നമ്മുടെ ഈ ഇഷ്യൂ കാണുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഡയറക്ട്ലി ഗോ ടു ദ ടോപ്പിക്. സോ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ ഈ DC മെഷീനിലുള്ള ഇഷ്യൂ ആണ് ആർമേച്ചർ റിയാക്ഷൻ എന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ DC മെഷീൻസ് എന്താണ്, സംഭവം എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ഇഷ്യൂസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ DC മെഷീനിൽ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ 2 മെഷീനാണ് ബേസിക്കലി പഠിക്കുന്നത്. ഒന്ന് DC ജനറേറ്ററും ഉണ്ട്, അതുപോലെ DC മോട്ടറും ഉണ്ട്. DC മോട്ടർ. ഓക്കെ, സോ ഷുഡ് ഐ എക്സ്പ്ലെയിൻ ദിസ്? ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരണോ? എന്താണ് DC ജനറേറ്റർ, എന്താ DC മോട്ടർ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ ഒരു ബേസിക് കാര്യം പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ട് എന്നുള്ള ഒരു സാഡ് റിയാലിറ്റി മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ. പല വൈവ അറ്റൻഡ് ചെയ്തപ്പോഴും അല്ലെങ്കിൽ പല ഇന്റർവ്യൂസ് ഒക്കെ ഹാൻഡിൽ ചെയ്തപ്പോഴും ഐ കെയിം ടു നോ ദാറ്റ് ദർ ആർ പീപ്പിൾ ഹു ഡോണ്ട് നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജനറേറ്റർ ആൻഡ് മോട്ടർ. സോ വാട്ട് ഈസ് എ DC ജനറേറ്റർ? DC ജനറേറ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനറേറ്റർ ആണെങ്കിൽ വാട്ട് ഈസ് ദ ബേസിക് ഡെഫിനിഷൻ? ഇറ്റ് ഈസ് എ മെഷീൻ ദാറ്റ് ക്യാൻ കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. അല്ലേ? തെറ്റി, അങ്ങനല്ല. മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി, ആ ഒരു കൺവേർഷൻ നടക്കുന്ന ഒരു മെഷീനെയാണ് നമ്മൾ DC ജനറേറ്റർ എന്ന് പറയുന്നത്. DC ജനറേറ്ററിന് പെർട്ടിക്കുലർലി പറയണമെങ്കിൽ ഐ ഷുഡ് സേ ദാറ്റ് മെക്കാനിക്കൽ എനർജി ഷുഡ് ബി കൺവേർട്ടഡ് ടു DC ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സപ്ലൈ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടണം. സോ വാട്ട് ഈസ് ഇറ്റ്? നമുക്ക് ഒരു ജനറേറ്റർ ഉണ്ടെങ്കിൽ, ഒരു DC ജനറേറ്റർ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായിരിക്കും ഇൻപുട്ടിൽ കൊടുക്കുന്നത്?
ഇൻപുട്ടിൽ കൊടുക്കുന്ന മെക്കാനിക്കൽ ഇൻപുട്ട് ആയിരിക്കും. മെക്കാനിക്കൽ എനർജി ഞാൻ കൊടുക്കുന്നുണ്ട്. ഔട്ട്പുട്ടിൽ എനിക്ക് എന്താ കിട്ടുന്നത്? DC പവർ സപ്ലൈ എനിക്ക് കിട്ടും. DC പവർ സപ്ലൈ. സോ ബേസിക്കലി എനിക്ക് ഇലക്ട്രിക്കൽ എനർജി ഔട്ട്പുട്ടിൽ കിട്ടും. ആൻഡ് ദാറ്റ് ടു അത് DC ആയിരിക്കും, റൈറ്റ്? ആൻഡ് DC മോട്ടർ ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും? ജസ്റ്റ് ദി ഓപ്പോസിറ്റ്. സോ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? സോ ഇഫ് ഐ ഹാവ് എ DC മോട്ടർ, ദി ഇൻപുട്ട് ദാറ്റ് ഐ ഗിവ് വിൽ ബി ഇലക്ട്രിക്കൽ എനർജി ആണ് ഞാൻ കൊടുക്കുന്നത്. ആൻഡ് ദി ഔട്ട്പുട്ട് ദാറ്റ് ഐ ഗെറ്റ് വിൽ ബി മെക്കാനിക്കൽ ആയിട്ടുള്ള എനർജി ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. സോ ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ DC മോട്ടറിൽ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് AC സപ്ലൈ അല്ല, DC സപ്ലൈ ആണ് കൊടുക്കേണ്ടത്. അത് ഓർക്കണം. പ്ലീസ് റിമെമ്പർ ദാറ്റ്. നമുക്ക് രണ്ട് തരം സപ്ലൈ ആണ്. ഇലക്ട്രിക്കൽ സപ്ലൈ എന്ന് പറയുമ്പോൾ രണ്ട് തരമായിട്ടാണ് ഉള്ളത്. ഒന്ന് AC സപ്ലൈയും ഒന്ന് DC സപ്ലൈ. നമ്മൾ യൂഷ്വലി നമ്മുടെ വീട്ടിലൊക്കെ കാണുന്നത് AC സപ്ലൈ ആണ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സപ്ലൈ ആണ് ഉള്ളത്. ഓക്കെ, പക്ഷേ ദർ ഇസ് അനദർ വൺ ദാറ്റ് ഇസ് നോൺ ആസ് ദി DC സപ്ലൈ. നമ്മളിവിടെ പഠിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മളിവിടെ പഠിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ DC ജനറേറ്റർ ആൻഡ് DC സപ്ലൈ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും. DC ജനറേറ്റർ, DC മോട്ടർ, ഈ ടോപ്പിക് ആയിരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഇൻഫാക്ട് ഈ സെമസ്റ്ററിൽ നിങ്ങൾ മെഷീൻസ് എന്ന് പറയുന്ന കാറ്റഗറി ഹാൻഡിൽ ചെയ്യുന്നത് DC മെഷീൻസ് ആണ്. ഓക്കെ, സോ ഇനി നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഈ DC ജനറേറ്ററിൽ ആൻഡ് DC മോട്ടറിൽ എന്ത് ബേസിസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് പ്രിൻസിപ്പിൾ യൂസ് ചെയ്താണ് ഇവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഒരു ജനറേറ്ററിലാണെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യണം, റൈറ്റ്? ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. അതിന്റെ മെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ ഇസ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ കൊടുക്കണം. ദർ ഷുഡ് ബി എ മാഗ്നറ്റിക് ഫീൽഡ്, റൈറ്റ്? സെക്കൻഡ് കണ്ടീഷൻ ഇസ് ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു കോയിൽ വേണം. കണ്ടക്ടർ ഓർ കോയിൽ മസ്റ്റ് ബി ദർ. ആൻഡ് ദ തേർഡ് കണ്ടീഷൻ ഇസ് ദർ ഷുഡ് ബി റിലേറ്റീവ് മോഷൻ. ഈ റിലേറ്റീവ് മോഷൻ ആണ് നമ്മൾ ബേസിക്കലി ഈ മെക്കാനിക്കൽ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്ന കാര്യം. ഓക്കെ, റിലേറ്റീവ് മോഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ മെക്കാനിക്കൽ ഇൻപുട്ട് കൊടുക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ യു ഹാവ് എ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു കോയിൽ ഞാൻ വെച്ചു. എന്നിട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെയും കണ്ടക്ടറിന്റെയും തമ്മിൽ, മാഗ്നറ്റിക് ഫീൽഡും കണ്ടക്ടറും തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയ. സോ ഹിയർ വാട്ട് ഐ വിൽ ബി ഡൂയിങ് ഇസ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഇരിപ്പുണ്ട്, ഞാൻ ആ കണ്ടക്ടറിനെ ഇട്ട് മൂവ് ചെയ്യിപ്പിക്കും. അങ്ങനെ കണ്ടക്ടറിനെ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഐ വിൽ ഹാവ് എ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. സോ ഇത് എന്ത് ലോയുടെ ബേസിസിലായി സംഭവിക്കുന്നത്? ക്യാൻ എനിവൺ സേ എന്ത് ലോയുടെ ബേസിസിലാണ്? എപ്പോഴൊക്കെ ഈ സംഭവം സംഭവിക്കുന്നു, ദാറ്റ് ഇസ് whenever you have a conductor within or inside a magnetic field and that conductor is moving, അപ്പോൾ തന്നെ നിങ്ങൾ വിളിക്കേണ്ട ഒരാളാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനെ വിളിക്കുക. ടേക്ക് ദാറ്റ് ലോ ആൻഡ് റെഫർ ഇറ്റ്. സോ അവിടെ നിങ്ങൾ കാണും, whenever there is a rate of change of magnetic flux ലിങ്കേജിൽ ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ, വിത്ത് റെസ്പെക്ട് ടു ടൈം മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജിൽ ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ, യു വിൽ ഹാവ് എന്ത് സംഭവിക്കും? EMF ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാവും. സോ ഇവിടെ സംഭവിക്കുന്നത്, ഞാൻ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ എന്റെ കണ്ടക്ടറിനെ ഇട്ട് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജ് എക്സ്പീരിയൻസ് ബൈ ദ കണ്ടക്ടർ വിൽ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓരോ ഇൻസ്റ്റന്റിലും അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തോ പറ്റും? അവിടെ ഒരു EMF ഉണ്ടാവും. EMF ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സപ്പോസ് ഞാൻ ഒരു കോയിൽ ഇങ്ങനെ വെച്ചു, ആ കോയിലിന്റെ ഉള്ളിലാണ് EMF ഉണ്ടായെന്നിരിക്കട്ടെ. ഈ കോയിലിനുള്ളിൽ EMF ഉണ്ടാകുമ്പോൾ നമ്മുടെ രണ്ട് ടെർമിനൽ, ഈ കോയിലിനൊരു രണ്ട് ടെർമിനൽസ് ഉണ്ട്. ഈ ടെർമിനൽസ് അക്രോസ് ഒരു EMF ഇപ്പോൾ അവൈലബിൾ ആണ്, ഒരു വോൾട്ടേജ് അവൈലബിൾ ആണ്. പക്ഷെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടായിട്ടില്ല അൺടിൽ നൗ. ഇൻ ഓർഡർ ടു ക്രിയേറ്റ് കറണ്ട് ഫ്ലോ, വാട്ട് ഷുഡ് ഐ ഡു? ഐ ഷുഡ് കണക്ട് ദാറ്റ് ടെർമിനൽ. ആ രണ്ട് ടെർമിനലിനെ ഞാൻ കൊണ്ടൊരു ലോഡിലേക്ക് കണക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ കറണ്ട് ഫ്ലോ ഉണ്ടാവൂ. ജസ്റ്റ് ലൈക്ക് എ ബാറ്ററി. നമുക്കൊരു ബാറ്ററി അല്ലെങ്കിൽ സെൽ ഉണ്ടല്ലോ, ആ സെല്ലിന് രണ്ട് ടെർമിനൽ ഉണ്ടല്ലോ. ആ ടെർമിനലിലൂടെ അല്ലെങ്കിൽ ആ ഒരു ബാറ്ററിയുടെ ഉള്ളിലൂടെ കറണ്ട് ഫ്ലോ നടക്കണമെങ്കിൽ ഞാൻ എന്തോ വേണം? ഐ ഷുഡ് കണക്ട് ദാറ്റ് ബാറ്ററി ടു സം ലോഡ്. ഒരു LED ബൾബിലേക്കോ എന്തെങ്കിലും കണക്ട് ചെയ്ത് തിരിച്ചുകൊണ്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ഒരു ക്ലോസ്ഡ് പാത്ത് ആവുന്നത്, ക്ലോസ്ഡ് സർക്യൂട്ട് ആവുന്നത്. അങ്ങനാണെങ്കിൽ മാത്രമേ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അങ്ങനെ കറണ്ട് ഫ്ലോ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ പറയുന്നത് സപ്ലൈ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക് സപ്ലൈ കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. സോ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ജനറേറ്റർ ഉണ്ട്, ആ ജനറേറ്ററിന്റെ ടെർമിനൽസിൽ നമ്മൾ ഒരു ലോഡ് കണക്ട് ചെയ്താൽ മാത്രമേ കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ കീപ് ദിസ് ഇൻ മൈൻഡ്. സോ ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് ഇൻ എ ജനറേറ്റർ. മോട്ടറിന്റെ കേസിലാണ് എന്തായിരിക്കും? അവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, അവിടെയും നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഐ ഹാവ് എ മാഗ്നറ്റിക് ഫീൽഡ്, റൈറ്റ്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്.
ആൻഡ് ഐ ഹാവ് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, ദാറ്റ് ഈസ് ഒരു കണ്ടക്ടർ ഉണ്ട്, നേരത്തെ പോലെ ഒരു കണ്ടക്ടർ ഉണ്ട്, പക്ഷെ ആ കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യണം. ഓക്കെ, സോ ആ കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, വാട്ട് വിൽ ഹാപ്പൻ? ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യപ്പെടും. ഇത് നിങ്ങൾ ഫിസിക്സിലൊക്കെ പണ്ടൊക്കെ പഠിച്ചിട്ടുള്ളൂ. ഇൻഫാക്ട് ഈ രണ്ട് കാര്യവും പണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുന്നതെന്നുള്ളൂ. ബിക്കോസ് ദർ ഇസ് എ സർട്ടൺ പെർട്ടിക്കുലർ പോയിന്റ് ദാറ്റ് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ് ബിഫോർ ഗോയിങ് ടു ആർമേച്ചർ റിയാക്ഷൻ. അതുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റ് വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു ടോർക്ക് അല്ലെങ്കിൽ ഫോഴ്സ്, ഹിയർ മോട്ടറിന്റെ കേസിലാണെങ്കിൽ ടോർക്ക് എന്ന് തന്നെയാണ് പറയേണ്ടത്. ബട്ട് ജനറലി സ്പീക്കിംഗ് ഇത് നമ്മളൊരു ഫോഴ്സ് ആയിട്ടോ ടോർക്ക് ആയിട്ടോ ഒക്കെ മെൻഷൻ ചെയ്യാം. കാരണം ഈ ഒരു പെർട്ടിക്കുലർ ഫിനോമിനൻ യു മൈറ്റ് ഹാവ് സീൻ ഇൻ ഡിഫറെന്റ് പ്ലേസസ്. ഇത് പല പേരിൽ അറിയപ്പെടാറുണ്ട്. നമുക്ക് ലാപ്ലാസ് ഫോഴ്സ് എന്ന് പറയാറുണ്ട്, ലോറൻസ് ഫോഴ്സ് എന്ന് പറയാറുണ്ട്. അങ്ങനെ പല രീതിയിൽ ഇതിന്റെ പല റെപ്രസെന്റേഷൻസ് നിങ്ങൾ കാണാറുണ്ട്. ഓക്കെ, സോ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു ടോർക്ക് അനുഭവപ്പെടും. ആ ടോർക്ക് കാരണം ഒരു റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവും. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു സാധനത്തെ തിരിക്കണം, ഒരു ലോഡിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ മോട്ടറിന്റെ ഷാഫ്റ്റ് കൊണ്ട് അങ്ങോട്ടേക്ക് കണക്ട് ചെയ്താൽ ദാറ്റ് ലോഡ് വിൽ ബി റൊട്ടേറ്റ്. സോ ദാറ്റ് ഇസ് ദ ബേസിക് എസൻസ്. അപ്പൊ ജനറേറ്ററിലും മോട്ടറിലും എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇവിടെ രണ്ട് നിങ്ങൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമുണ്ട്. ആൻഡ് ദാറ്റ് തിങ് ഇസ് ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻഫാക്ട് ഞാൻ പറഞ്ഞു, ഒരു ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി കൺവേർഷൻ ആൻഡ് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി കൺവേർഷൻ, ബോത്ത് ഓഫ് ദിസ് ഹാപ്പൻസ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് മീഡിയം. മാഗ്നറ്റിക് ഫീൽഡ് മീഡിയത്തിലാണ് ഇത് രണ്ട് സംഭവിക്കുന്നത് എന്നുള്ള ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. സോ ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു നോർത്ത് സൗത്ത് പോൾ അറേഞ്ച്മെന്റ് കാണാം. രണ്ട് പോളാണ് ഉള്ളത്, ഒരെണ്ണം നോർത്ത് ഒരെണ്ണം സൗത്ത്. അതിന്റെ ഇടയ്ക്കായിട്ട്, എന്റെ നടുക്കായിട്ട് ഞാൻ എന്തോ ചെയ്ത് ഒരു കോയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. റൈറ്റ്, ഒരു കോയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. സോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും ഫ്ലോ ചെയ്യുന്നത് നിങ്ങൾക്ക് അത് അറിയാം. നോർത്ത് സൗത്ത് ആയിരിക്കും അതിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ ബി ഫേസിങ് ഇൻ ദിസ് ഡയറക്ഷൻ. നോർത്ത് സൗത്ത് എന്ന് പറയുന്ന ഓറിയന്റേഷനിലാണ് ഇരിക്കുന്നത്. സോ കറന്റ് ദിസ് ഇസ് ദ സിനാരിയോ. മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്ത് എന്നുള്ളത് നമുക്ക് ലേറ്റർ ഡിസ്കഷനിൽ കാണാം. സോ ജസ്റ്റ് ഇമാജിൻ ദാറ്റ് by some way I have created a magnetic field and I have placed a conductor or a coil in between those poles. രണ്ട് പോൾസിന്റെ ഇടയ്ക്കായിട്ട് ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ കോയിൽ ഞാൻ വെച്ചു. സോ അങ്ങനെ വെക്കുമ്പോൾ എന്താ സംഭവിക്കുക? അങ്ങനെ ചുമ്മാ വെച്ചിട്ട് കാര്യമില്ല. ജനറേറ്റർ ആണെങ്കിൽ ഞാൻ അതിനെ റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുക? സപ്പോസ് ഈ ഡയറക്ഷനിലാണ് ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നതെന്നിരിക്കട്ടെ. സോ ഇങ്ങനെ ഇരുന്ന സാധനത്തെ ഞാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം. സോ ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് ലൈക്ക് ദിസ്. സോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ EMF ഉണ്ടാവും എന്ന് നമുക്കറിയാം. പക്ഷെ ഈ EMFന്റെ പൊളാരിറ്റി എങ്ങനെ ആയിരിക്കും എന്നറിയണമെങ്കിൽ നമ്മൾ എന്ത് റൂളാണ് യൂസ് ചെയ്യേണ്ടത്? EMFന്റെ പൊളാരിറ്റി അല്ലെങ്കിൽ ആ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണം. എന്തോ ചെയ്യും? ആരെ വിളിക്കണം? ഫ്ലെമിങ്ങിനെ വിളിക്കണം. ഫ്ലെമിങ്ങിനെ വിളിച്ചിട്ട് അയാളുടെ രണ്ട് കൈയും കൊണ്ട് വരാൻ പറയണം. അതിൽ റൈറ്റ് ഹാൻഡ് റൂളാണ് നമ്മൾ ജനറേറ്റർ കേസിൽ യൂസ് ചെയ്യുന്നത്. ജനറേഷൻ എവിടെ സംഭവിക്കുന്നു അവിടെ നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യും. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, സോ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള് നമ്മൾ ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് കാണാൻ പറ്റും. സോ ടേക്ക് യുവർ റൈറ്റ് ഹാൻഡ്, 3 ഫിംഗർ എടുക്കുക. അതിൽ തമ്പ് സിഗ്നിഫൈ ചെയ്യുന്നത് മോഷന്റെ ഡയറക്ഷനാണ്. ഏത് ഡയറക്ഷനിലാണ് മോഷൻ സംഭവിക്കുന്നത്? 4 ഫിംഗർ പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആൻഡ് നമ്മുടെ മിഡിൽ ഫിംഗർ പറയുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ. മോട്ടറിന്റെ കേസിലാണെങ്കിൽ അവിടെ നമ്മൾ ഏത് ഡയറക്ഷനിലാണ് ടോർക്ക് അല്ലെങ്കിൽ ഫോഴ്സ് വരുന്നത് എന്ന് അറിയണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും? ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആയിരിക്കും. നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് എടുക്കുക. അവിടെ നമുക്ക് തമ്പ് മോഷന്റെ ഡയറക്ഷനെ ഫേസ് ചെയ്തിരിക്കും. നമ്മുടെ 4 ഫിംഗർ എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആൻഡ് മിഡിൽ ഫിംഗർ എന്ന് പറയുന്ന കറന്റ് ഡയറക്ഷൻ. സോ റൈറ്റ് ഹാൻഡ് റൂൾ ആണെങ്കിൽ നമ്മുടെ ഈ ഒരു മിഡിൽ ഫിംഗർ ഏത് ഡയറക്ഷനിൽ നിൽക്കുന്നു എന്നാണ് നോക്കുന്നത്. സോ ഫൈനലി നമ്മൾ മിഡിൽ ഫിംഗറിന്റെ ഡയറക്ഷനാണ് ഫൈനലായിട്ട് നമുക്ക് വേണ്ടത്. ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് റൂളിലാണെങ്കിൽ നമ്മുടെ തമ്പ് ഏത് ഡയറക്ഷനിലാണ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത് അതാണ് നമ്മുടെ റിസൾട്ട് ആയിട്ട് വരുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. സോ ഈ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. സോ ലെഫ്റ്റ് ഹാൻഡ് റൂളും റൈറ്റ് ഹാൻഡ് റൂളും യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിലാണ് ഈ ഒരു ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ആ റിസൾട്ട് ഉണ്ടാവുന്ന ഏത് ഡയറക്ഷനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതേ ഡയഗ്രത്തിന്റെ വേറൊരു റെപ്രസെന്റേഷനാണ് ഞാൻ ഈ താഴെ കാണിച്ചിരിക്കുന്നത്. സോ സപ്പോസ് നിങ്ങൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ യു വിൽ ബി സീയിങ് സംതിങ് ലൈക്ക് ദിസ്. സോ ഈ രണ്ട് എൻഡ് ആയിരിക്കും, ഈ ടെർമിനൽസ് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. സോ ആ രണ്ട് ടെർമിനൽ ആയിരിക്കും ഇവിടെ കാണുന്നത്. സോ ഞാൻ അതൊരു സർക്കിൾ ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ AB എന്ന് പറയുന്ന കണ്ടക്ടർ, ഈ കണ്ടക്ടറാണ് ഞാൻ
ഇങ്ങനെ കാണുന്നത്. മനസ്സിലായോ? സോ ഞാൻ ഈ ആംഗിൾ അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് വിഷൻ ഒന്ന് മാറ്റി നോക്കിയെന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. സോ ഈ ഒരു 2 ഡോട്ടായിട്ട് ഞാൻ ഇവിടെ കാണിക്കാറുണ്ട്. ഡോട്ടല്ല, 2 സർക്കിൾ ആയിട്ട് അവിടെ കാണിക്കാറുണ്ട്. ഓക്കെ, സോ ഹിയർ വാട്ട് ഐ ഫൈനലി വാണ്ട് ഇസ് ഐ നീഡ് ടു നോ ദ polarity or direction of EMF or current that flows or happens in the conductor. കണ്ടക്ടറിലുള്ള EMF എനിക്ക് അറിയണം. അതിനുവേണ്ടി ഞാൻ റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യും. റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിലാണ്, ഇവിടെ ക്രോസ് ആണോ ഡോട്ട് ആണോ എന്നുള്ളതൊക്കെ മനസ്സിലാവും. സപ്പോസ് ഇഫ് കറണ്ട് ഇസ് ഫ്ലോയിങ് ഇൻ ടു ദ കണ്ടക്ടർ, ഇതിന്റെ ഉള്ളിലേക്ക് A to B എന്നാ സംഭവിക്കുന്നെങ്കിൽ ദെൻ ഐ വിൽ പുട്ട് ക്രോസ് ഇവിടെ വരും. ആൻഡ് കറണ്ട് ഇങ്ങനെ വന്ന് ഇത് പുറത്തേക്കാണ് വരുന്നെങ്കിൽ, കറണ്ട് ഇങ്ങനെ വരുന്നത് C to D ആണ്, പുറത്തേക്കാണ് വരുന്നെങ്കിൽ, ദാറ്റ് ഇസ് ഈ ഒരു സർഫസിൽ നിന്ന് കറണ്ട് പുറത്തേക്കാണ് വരുന്നതെങ്കിൽ ഞാൻ ഡോട്ട് വെച്ച് റെപ്രസെന്റ് ചെയ്യും. സർഫസിന്റെ ഉള്ളിലേക്ക് കയറിയാണ് പോകുന്നതെങ്കിൽ എന്തോ ചെയ്യും, ഞാനത് ക്രോസ് വെച്ച് റെപ്രസെന്റ് ചെയ്യും. സോ ഈ ഒരു കൺവെൻഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മുടെ സർഫസിന്റെ ഉള്ളിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ, സോ ജസ്റ്റ് ഇമാജിൻ ലൈക്ക് ഈ ഒരു കണ്ടക്ടർ എന്ന് പറയുന്നത് ബേസിക്കലി ഇങ്ങനെ ഉള്ളിലേക്ക് കയറി ഇങ്ങനെ ഇറങ്ങി പുറത്തേക്ക് വരികയാണ്, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ കറണ്ട് ഉള്ളിലേക്കാണ് കയറി പോകുന്നതെങ്കിൽ, ആ സർഫസിന്റെ ഉള്ളിലേക്കാണ് കയറി പോകുന്നതെങ്കിൽ ക്രോസ് ഇട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതല്ല പുറത്തേക്ക് വരികയാണെങ്കിൽ ഡോട്ട് ഇടുക. ദിസ് കൺവെൻഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ മോട്ടറിന്റെ കേസിലാണെങ്കിൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ്, ഓൾറെഡി കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് ആ കണ്ടക്ടറിൽ. ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വെക്കുമ്പോൾ ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ആ ടോർക്ക് ഏത് ഡയറക്ഷനിലാണ് അറിയണമെങ്കിൽ യു ഷുഡ് ഹാവ് ടു അപ്ലൈ. ഏത് റൂൾ അപ്ലൈ ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ ഏത് ഡയറക്ഷനാണ് ഡിപ്പെൻഡിങ് ഓൺ യുവർ കണ്ടീഷൻ, ചിലപ്പോൾ ഈ ഡയറക്ഷനിലേക്കായിരിക്കും ടോർക്ക് വരുന്നത്, ചിലപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും ടോർക്ക് വരുന്നത്. ഓക്കെ, സോ ഇനിയുള്ള ചോദ്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത്? സോ ദിസ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ കൺക്ലൂഡ് ചെയ്ത് നിർത്തി. ഇനി എങ്ങനെയാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇതിന്റെ ഫസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പെർമനന്റ് മാഗ്നറ്റ്സിലേക്ക് പോകാൻ. നിങ്ങൾ പണ്ട് തൊട്ടേ കണ്ടിട്ടുള്ളതായിരിക്കും പെർമനന്റ് മാഗ്നറ്റ്സ്. യു മൈറ്റ് ഹാവ് സീൻ ദോസ് പെർമനന്റ് മാഗ്നറ്റ്സ് ഇൻ ഡിഫറെന്റ് പല എക്യുപ്മെന്റ്സിലും കണ്ടു കാണും, നിങ്ങളുടെ കൈ ചിലപ്പം കാണും. സോ അതൊരു ഓപ്ഷനാണ്. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ വിത്ത് ടൈം ദീസ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് പെർമനന്റ് മാഗ്നറ്റ്സ് ഡിറ്റീരിയേറ്റ്. ആൻഡ് ഓൾസോ അത് നമുക്ക് മാഗ്നറ്റിസത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇതിന്റെ മെയിൻ ഒരു ഇഷ്യൂ. നമ്മളൊരു മെഷീനിൽ യൂസ് ചെയ്യുമ്പോൾ, ഇലക്ട്രിക്കൽ മെഷീനിൽ യൂസ് ചെയ്യുമ്പോൾ യു ഷുഡ് ഹാവ് ദ കേപ്പബിലിറ്റി ടു കൺട്രോൾ ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിനെ കൺട്രോൾ ചെയ്യാനുള്ള കേപ്പബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഒരു പെർമനന്റ് മാഗ്നറ്റിന് ആ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ വേറൊരു ഓപ്ഷൻ എന്താ ഉള്ളത്? വി ക്യാൻ ഗോ ഫോർ ഇലക്ട്രോമാഗ്നറ്റ്. ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകാം. ഓക്കെ, വാട്ട് ഈസ് ഇലക്ട്രോമാഗ്നറ്റ്? വി ക്യാൻ സീ ദാറ്റ്. എന്താണ് സംഭവം എന്നുള്ളത് കാണാം. സോ അതിനു മുമ്പ് മാഗ്നറ്റിസമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 3 ഇമ്പോർട്ടൻറ്റ് ടേം ഉണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഒന്ന് MMF, ഒന്ന് ഫ്ലക്സ്, ഒന്ന് റിലക്റ്റൻസ്. ഈ 3 ടേം. ഓക്കെ, MMFന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ടേൺസ് ആണ്. സോ ആംബിയർ ടേൺസ് എവിടെയെങ്കിലും കണ്ടാൽ പ്ലീസ് റിമെമ്പർ ഇറ്റ് ഇസ് MMF. ഫ്ലക്സ് എന്ന് പറയുന്നത് എന്ത് വെച്ചായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? വെബർ വെച്ചായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്, റിലക്റ്റൻസിന് അതിൻ്റെതായ യൂണിറ്റ്സ് ഇവർ രണ്ടുപേരും വെച്ച് തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ ബേസിക്കലി നമ്മുടെ ഫ്ലക്സ് എന്ന് പറയുന്നത് MMF ഡിവൈഡ് ബൈ റിലക്റ്റൻസ് ആണ്. MMF ഡിവൈഡ് ബൈ റിലക്റ്റൻസ്. ഓക്കെ, ഈ ഒരു പാറ്റേൺ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇൻഫാക്ട് ഈ 3 ടേമും നമ്മുടെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ സിനോണിമസ് ആയിട്ട് വരുന്നുണ്ട്. ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് സിമിലർ. അനലോജി എന്ന് പറയും, അനലോഗസ് എന്ന് പറയും. സോ യു ക്യാൻ സീ ദാറ്റ് സിമിലാരിറ്റി. ദാറ്റ് ഇസ് MMF എന്ന് പറയുന്നത് EMFന് സിമിലർ ആണ്. ആൻഡ് ഫ്ലക്സ് എന്ന് പറയുന്നത് കറണ്ടിന് സിമിലർ ആണ്. റിലക്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന് സിമിലർ ആണ്. സോ ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സംഭവങ്ങൾ എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. സോ EMF എന്ന് പറയുന്നത് നമ്മൾ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് അല്ലേ. നമുക്ക് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഐ ഷുഡ് ബി ഏബിൾ ടു ഗീവ് എ പ്രോപ്പർ EMF എനിക്ക് കൊടുക്കാൻ പറ്റണം. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഓക്കെ, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എനിക്ക് കൊടുത്താൽ മാത്രമേ, കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമേ കറണ്ട് ഫ്ലോ ഉണ്ടാവും. സോ ഐ ഹാവ് എ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, EMF ഉണ്ട്. ഇനി കറണ്ട് ഫ്ലോ സംഭവിക്കണമെങ്കിൽ ഞാൻ എന്തോ വേണം? ഒരു കണക്ഷൻ ചെയ്യണം, ഒരു ക്ലോസ് സർക്യൂട്ട് പ്രൊവൈഡ് ചെയ്യണം. സോ ആ ക്ലോസ് സർക്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു റെസിസ്റ്റൻസ് വഴിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ലോഡ് വഴിയായിരിക്കും, റൈറ്റ്? സോ അങ്ങനെ ക്ലോസ് സർക്യൂട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവും. സോ ആൻഡ് യു വിൽ ഹാവ് എ സർക്യൂട്ട് റെസിസ്റ്റൻസ്. ആ സർക്യൂട്ടിന് ഒരു റെസിസ്റ്റൻസ് കാണും. സോ ഈ 3 പാരാമീറ്റർ ഇവിടെ കണ്ടു. EMF കണ്ടു, കറണ്ട് ഫ്ലോ കണ്ടു, ആൻഡ് ഓൾസോ നമ്മുടെ റെസിസ്റ്റൻസ് കണ്ടു. ആൻഡ് ഈ കറണ്ട് എത്രമാത്രം ഫ്ലോ ചെയ്യുന്നു എന്ന് അറിയണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്? എത്രമാത്രം കറണ്ടാണ് ഈ കറണ്ട് സർക്യൂട്ടിലൂടെ പോകുന്നത്? ദാറ്റ് കറണ്ട് വിൽ ഡിപ്പെൻഡ് അപ്പോൺ the amount of EMF that you are giving
ആൻഡ് ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സർക്യൂട്ട് റെസിസ്റ്റൻസ്. എത്ര റെസിസ്റ്റൻസ് ആ സർക്യൂട്ടിലുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആൻഡ് വാട്ട് ഇസ് ദിസ് കോൾഡ്? ഇതിനെ എന്താ പറയുന്നത്? ദിസ് ഇസ് നോൺ ആസ് ഓംസ് ലോ. ഓംസ് ലോ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇതേപോലെ നമുക്ക് മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഇതേ കൺക്ലൂഷൻ വരുത്താൻ പറ്റും. യു ഹാവ് ഗിവൺ എം എം എഫ് മാഗ്നറ്റിക് മോട്ടീവ് ഫോഴ്സ് കൊടുത്തു, ആൻഡ് യു ഹാവ് എ പാത്ത്, ഒരു പാത്ത് ഉണ്ട്. ആ പാത്തിന് അതിൻ്റെതായ റിലക്റ്റൻസ് ഉണ്ട്. ആ റിലക്റ്റൻസിനെയും ഈ എം എം എഫിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്രമാത്രം ഫ്ലക്സ് ആണ് ആ പാത്തിലൂടെ പോകുന്നത് എന്നുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ദീസ് അനലോഗസ് നേച്ചർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us. എന്നാൽ മാത്രമേ ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. ഓക്കെ, സോ ഇനിയുള്ള ചോദ്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ആ എം എം എഫ് ഉണ്ടാക്കാൻ പറ്റുന്നത്? നമ്മളൊരു ജനറേറ്റർ യൂസ് ചെയ്ത് നമുക്ക് ഇ എം എഫ് ഉണ്ടാക്കാൻ പറ്റും. എം എം എഫ് എങ്ങനെ ഉണ്ടാക്കുന്നത്? ഹൗ ഡു യു ക്രിയേറ്റ് എം എം എഫ്? ഞാൻ പറഞ്ഞ പോലെ പെർമനന്റ് മാഗ്നറ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എം എം എഫ് കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾ എന്തോ വേണം. അതിനുവേണ്ടിയാണ് നമ്മൾ നെക്സ്റ്റ് ഒരു പ്രിൻസിപ്പിളിലേക്ക് പോകുന്നത്. ആൻഡ് ലെറ്റ് മീ സേ ദിസ് ഡയറക്ട്ലി ടു യു. വെനെവർ യു ഹാവ് എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ, ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്ന കണ്ടക്ടർ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു മാഗ്നറ്റിക് ഫീൽഡും കൂടെ ഉണ്ടാവുന്നുണ്ട്. സോ എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ വിൽ ഓൾവേസ് ഹാവ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് ഇറ്റ്. സോ ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ്. ഇത് പല സയന്റിസ്റ്റുകളും പല രീതിയിൽ കണ്ടുപിടിച്ച് ഒബ്സർവേഷനും കൺക്ലൂഷൻസും ഇക്വേഷൻസും ഒക്കെ പല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓർസ്റ്റഡ് ആയിരുന്നു ആദ്യം ഇത് കണ്ടുപിടിച്ചത്. പിന്നെ അവിടെ ഫാരഡേ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്, ഇൻഫാക്ട് മാക്സ്വെൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഫൈനലി ഒരു ഇക്വേഷനായിട്ട് കോഡിഫൈ ചെയ്യാൻ പറ്റിയത് മാക്സ്വെലിനാണ്. സോ ഇത് പല രീതിയിൽ വന്നിട്ടുണ്ട്. ഇൻഫാക്ട് ആംബിയറും ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. സോ please remember that whenever you have a current carrying conductor, a magnetic field will be formed. ഈ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ആയിരിക്കും, ഏത് ഓറിയന്റേഷനിലായിരിക്കും ഫോം ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുന്നത്. സോ ഐ ടേക്ക് യുവർ റൈറ്റ് ഹാൻഡ്, ടേക്ക് യുവർ തമ്പ്. ഈ തമ്പ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് പോയിന്റ് ചെയ്യുക ആൻഡ് കേൾ യുവർ ഫിംഗേഴ്സ്. ഈ കേൾ ചെയ്യുന്ന ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. സോ ഇഫ് ഐ ഹാവ് എ കണ്ടക്ടർ ലൈക്ക് ദിസ്, ഞാൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഐ വിൽ സീ ദാറ്റ് the magnetic field will be like this. ഈ രീതിയിലായിരിക്കും ഉള്ളത്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. ഓക്കെ, സോ ഇതിന്റെ ഡയറക്ഷൻ, ഈ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. കേൾ ചെയ്യുന്ന ഏത് ഡയറക്ഷനാണോ ആ ഡയറക്ഷനിലേക്കായിരിക്കും ഈ ഒരു ഓറിയന്റേഷൻ ആയിട്ടുള്ളത്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. ഇതേ റൂള് തന്നെ വേറൊരു രീതിയിലും ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഒരു കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ, കോയിൽ എന്ന് പറയുന്ന ഈ സാധനമാണ്, യു ടേക്ക് എ കണ്ടക്ടർ, ജസ്റ്റ് മേക്ക് ഇറ്റ് എ കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അവിടെയും നമുക്ക് ഇതേ റൂൾ അപ്ലൈ ചെയ്യാം. അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോയിലിലൂടെ പോകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ എടുക്കുക. സോ ഹിയർ യു ക്യാൻ സീ ദ കറണ്ട് ഇസ് പാസിംഗ് ഇൻ ദിസ് ഡയറക്ഷൻ. ഈ ഡയറക്ഷനിലൂടെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിൽ നിങ്ങളുടെ ഫിംഗേഴ്സ് കേൾ ചെയ്യുക. ഓക്കെ, കോയിലുണ്ട്, ആ കോയിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിൽ കേൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തമ്പ് ഫേസ് ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഓറിയന്റേഷൻ ഉള്ളത്. ഓക്കെ, സോ ഇറ്റ് ബി സംതിങ് ലൈക്ക് ഈ ഒരു ഇവിടെ ആണെങ്കിൽ നിങ്ങൾ റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്താൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും വരുന്നത്. സോ ഇവിടുന്ന് പുറത്തേക്ക് പോയി ഇത് കറങ്ങി തിരിച്ച് ഈ വഴി വരും. ഓക്കെ, ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഈ രീതിയിലായിരിക്കും വരുന്നത്. ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് എ മാഗ്നറ്റ്. ഇൻഫാക്ട് ഒരു മാഗ്നറ്റിന്റെ ഇതും അങ്ങനെ, ഇഫ് യു ഹാവ് എ മാഗ്നറ്റ്, അതിനൊരു നോർത്തും കാണും സൗത്തും കാണും. നോർത്തിൽ നിന്ന് ഫ്ലക്സ് പുറത്തേക്ക് വരും, എന്നിട്ട് സൗത്ത് വഴി തിരിച്ചു കയറും. ആ രീതിയിലാണ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പാത്ത് എന്ന് പറയുന്നത്. സോ അതേപോലെ നമുക്ക് ഇവിടെയും പറയാൻ പറ്റും. സോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഉണ്ടാവുന്നത്? ഒരു നോർത്ത് പോൾ ഉണ്ടാവും, ഇവിടെ ഒരു സൗത്ത് പോൾ ഉണ്ടാവും. സോ ദിസ് ഇസ് നോൺ ആസ് എ ഇലക്ട്രോ മാഗ്നറ്റ്. സോ ഒരു കോയിൽ എടുക്കുക, ആ കോയിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു പോൾ ഫോർമേഷൻ ഉണ്ടാവും, മാഗ്നറ്റിക് പോൾ ഫോർമേഷൻ ഇവിടെ ഉണ്ടാവും. സോ ഇതിന്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യും. ഇപ്പം കറന്റ് ഉള്ളത് ഈ കോയിൽ എന്ന് പറയുന്നത് എയർ കോർഡ് കോയിലാണ്. ദാറ്റ് ഇസ്, ഞാൻ പ്രത്യേകം കോർ ഒന്നും വെച്ചിട്ടില്ല. പക്ഷെ യൂഷ്വലി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കോയിലിന്റെ കൂടെ നമ്മൾ കോറും കൂടെ വെക്കും. ഈ കോറും കൂടെ വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലക്സ് ലൈൻ കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആവും, കുറച്ചും കൂടെ കോൺസെൻട്രേറ്റഡ് ആവും, കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടും. സോ അതുകൊണ്ട് എന്തോ ചെയ്യും, ഐ വിൽ പുട്ട് എ കോർ ഇൻ ടു ദ കോയിൽ. അങ്ങനെ ആവുമ്പോഴത്തേക്ക് ഇതൊരു പക്ക ഇലക്ട്രോ മാഗ്നറ്റ് ആവും. സോ whenever we need a magnetic field, what will we do? We'll go for an electromagnet. Electromagnet create ചെയ്ത് ആ ഇലക്ട്രോമാഗ്നറ്റിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോഴത്തേക്ക് what will happen? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു, നോർത്ത് സൗത്ത് പോൾ ഫോർമേഷൻ ഉണ്ടാവുന്നു. അങ്ങനെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ്, നമുക്ക് ആവശ്യമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ കറണ്ട് ഇസ് ഫ്ലോയിങ് ലൈക്ക് ദിസ്. ഈ ഡയറക്ഷനിലാണ് ഞാൻ ഇങ്ങനെയാണ് ഇത് വൈൻഡ് ചെയ്തേക്കുന്നതെങ്കിൽ, ഇങ്ങനെയാണ് ഇത് കോയിൽ ഉണ്ടാക്കുന്നതെങ്കിൽ
ഹിയർ ദ കറണ്ട് ഇസ് പാസിംഗ് ലൈക്ക് ദിസ്. ഈ രീതിയിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് താഴേക്കായിരിക്കും. സോ ഇറ്റ് ബി സംതിങ് ലൈക്ക് ദിസ്. പുറത്തേക്ക് ഇങ്ങനെ വരുന്ന രീതിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കോറിന്റെ ഈ പോർഷനിൽ നോർത്ത് ആയിരിക്കും. കാരണം നോർത്തിൽ നിന്നാണ് ഫ്ലക്സ് പുറത്തേക്ക് വരുന്നത്. ആൻഡ് ഇത് തിരിച്ച് ഇങ്ങനെ കയറി വരും. അങ്ങനെയാണെങ്കിൽ അവിടെ സൗത്ത് ആയി മാറും. ഇത് സൗത്ത് പോളായി മാറും. സോ നോർത്ത് സൗത്തും കിട്ടി. ഇറ്റ് നൗ ലുക്സ് ലൈക്ക് എ പെർമനന്റ് മാഗ്നറ്റ്. നമ്മുടെ കയ്യിലുള്ളൊരു പെർമനന്റ് ബാർ മാഗ്നറ്റ് പോലെ ഉണ്ട്. ഇപ്പോൾ ഇത് നോർത്ത് സൗത്ത് ഉള്ള ഒരു ബാർ മാഗ്നറ്റ് പോലെ ഉണ്ട്. സോ ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഇസ് ക്ലിയർ ഫോർ യു. സോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നോർത്തിനെയും സൗത്തിനെയും ഒക്കെ വരുത്താൻ പറ്റും. ആൻഡ് ഓൾസോ മാഗ്നറ്റിസം എത്ര വേണം എന്നുള്ളതും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെങ്ങനെ കൺട്രോൾ ചെയ്യാം? MMFനെ കൺട്രോൾ ചെയ്ത് യു വിൽ ബി ഏബിൾ ടു കൺട്രോൾ. MMF എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസിനെ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്പർ ഓഫ് ടേൺസിനെ കറണ്ടിനെ. സോ ഇഫ് ഐ എം ഏബിൾ ടു ചേഞ്ച് ദ നമ്പർ ഓഫ് ടേൺസ്, ഈ നമ്പർ ഓഫ് ടേൺസിനെ കൂട്ടുകയാണെങ്കിൽ കൂടുതൽ മാഗ്നറ്റിസം എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. കറണ്ട്, ഈ സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കൂടുതൽ മാഗ്നറ്റിസം എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ ദിസ് ഷുഡ് ബി ക്ലിയർ ഫോർ യു. സോ കറന്റ്ലി നമ്മൾ ആ ജനറേറ്ററിലും മോട്ടറിലും ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. ആൻഡ് ദിസ് പെർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് നോൺ ആസ് മെയിൻ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മെയിൻ ഫീൽഡ് എന്ന് പറയും. ഓക്കെ, മെയിൻ ഫീൽഡ് ഫ്ലക്സ് അല്ലെങ്കിൽ മെയിൻ ഫീൽഡ് MMF എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, സോ MMFന്റെ ബേസിലാണ് പറയുന്നത് മെയിൻ ഫീൽഡ് MMF, അതല്ലെങ്കിൽ ഫ്ലക്സിന്റെ ബേസിലാണെങ്കിൽ മെയിൻ ഫീൽഡ് ഫ്ലക്സ്. സോ ഇതാണ് സംഭവം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ യു നീഡഡ് എ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഐ ക്രിയേറ്റഡ് ഇറ്റ് ബൈ യൂസിങ് എ ഇലക്ട്രോമാഗ്നറ്റ് യൂസ് ചെയ്ത് ഞാൻ ക്രിയേറ്റ് ചെയ്തു. So this is the current scenario. Everything is going well and good, right? അപ്പോൾ നമുക്കൊരു ജനറേറ്റർ ഉണ്ട്. ആ ജനറേറ്ററിൽ ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഐഡിയ ഒക്കെ യൂസ് ചെയ്ത് ഞാൻ പഠിപ്പിച്ച് വെച്ച് നിങ്ങൾ ഒരു ജനറേറ്റർ ഉണ്ടാക്കിയെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ജനറേറ്റർ നിങ്ങൾ കറക്റ്റായിട്ട് ഇലക്ട്രോമാഗ്നറ്റ് ഒക്കെ വെച്ച് അതിന്റെ ഡിസൈനൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് ഫീൽഡൊക്കെ വരുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡൊക്കെ വരുന്നുണ്ട്. ആ ഫീൽഡിലേക്ക് നിങ്ങളൊരു കണ്ടക്ടർ വെച്ച് ആ കണ്ടക്ടറിനെ മൂവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു EMF ഉണ്ടാവുന്നുണ്ട്. ഒരു EMF ഉണ്ടാവുമ്പോൾ ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്. സപ്പോസ് ഞാൻ അതൊരു ലോഡിലേക്ക് കണക്ട് ചെയ്തെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. കറണ്ട് ഫ്ലോ ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുക? whenever there is a current flow through a conductor, what will happen? Magnetic field ഉണ്ടാവും അല്ലേ? സോ നമ്മൾ അറിയാതെ accidentally what is happening? Another magnetic field is coming into play. There is another magnetic field coming into play, and that magnetic field is known as armature MMF അല്ലെങ്കിൽ ആർമേച്ചർ ഫ്ലക്സ് എന്ന് പറയും. സോ ഈ ഒരു മെയിൻ ഫീൽഡ് ഫ്ലക്സിന്റെ കൂടെ എന്തോ വരും? മെയിൻ ഫീൽഡ് MMF ആണെങ്കിൽ അതിന്റെ കൂടെ ഒരു ആർമേച്ചർ MMF വരും. അതുപോലെ മെയിൻ ഫീൽഡ് ഫ്ലക്സിന്റെ ബേസിസിലാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഫീൽഡിനെ നമുക്ക് ഫ്ലക്സിന്റെ ബേസിസിലും MMFന്റെ ബേസിലും പറയാം. സോ മെയിൻ ഫീൽഡ് ഫ്ലക്സിന്റെ കൂടെ എന്തോ കിട്ടും? ഒരു ആർമേച്ചർ ഫ്ലക്സും കിട്ടും. എന്താണ് ഈ ആർമേച്ചർ? ആർമേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജും ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ടും ഫ്ലോ ചെയ്യുന്ന ആ കണ്ടക്ടർ ഉണ്ടല്ലോ, ആ കണ്ടക്ടറിനെയാണ് ആർമേച്ചർ എന്ന് പറയുന്നത്. ഈ കേസിലാണെങ്കിൽ അതാണ് കറണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് നോൺ ആസ് ദ ആർമേച്ചർ കണ്ടക്ടർ അല്ലെങ്കിൽ ആർമേച്ചർ വൈൻഡിങ്. ഇവിടെ നമ്മൾ ആർമേച്ചർ എന്ന് പറയും. ഓക്കെ, നിങ്ങൾ ഞാൻ ഫുൾ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് ദ കറക്റ്റ് ഐഡിയ. ഇതെന്തൊക്കെയാണ് സംഭവം? നമ്മൾ കൺസ്ട്രക്ഷനിലാണ് ഇതെല്ലാം പഠിക്കുന്നത്. എന്തൊക്കെ ഭാഗങ്ങളാണ് ഉള്ളത് എന്നുള്ളത്. സോ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത്, നമ്മുടെ ജനറേറ്ററിന്റെ കേസിലാണെങ്കിൽ എവിടെയാണോ ഈ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നത്, അത് എവിടെ ഉണ്ടാവുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു. ഈ ഒരു കണ്ടക്ടറിലാണ് ഈ ഇൻഡ്യൂസ്ഡ് EMFഉം നമ്മുടെ ഇൻഡ്യൂസ്ഡ് കറണ്ടും എല്ലാം ഫ്ലോ ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് എ ആർമേച്ചർ. സോ ഈ ഒരു കറണ്ട് ഫ്ലോ കാരണമാണ് ഞാൻ പറഞ്ഞ പോലെ ആർമേച്ചർ വൈൻഡിങ് അല്ലെങ്കിൽ ആർമേച്ചർ കോയിൽ അല്ലെങ്കിൽ ആർമേച്ചർ കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് വഴി എന്താ സംഭവിക്കുക? ഒരു അഡീഷണൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ ആർമേച്ചർ MMF എന്ന് പറയുന്നത്. സോ വെനെവർ യു ഹാവ് 2 MMF അല്ലെങ്കിൽ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അത് പല രീതിയിൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ചില കേസിലാണെങ്കിൽ ഈ രണ്ട് ഫീൽഡും ഒരേ ഡയറക്ഷനിലായിരിക്കും ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ദേ ആർ എയ്ഡിങ് ഈച്ച് അതർ. രണ്ട് മാഗ്നറ്റിക് ഫീൽഡും അല്ലെങ്കിൽ രണ്ട് മാഗ്നറ്റിക് ഫ്ലക്സും ഒരേ ഡയറക്ഷനിലാണ് ഓറിയന്റ് ചെയ്യുന്നെങ്കിൽ വി കോൾ ദാറ്റ് ആസ് എയ്ഡിങ് ഫ്ലക്സ് എന്ന് പറയും. അതല്ല, രണ്ടുപേരും ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കാലോ, ഒരാൾ മുകളിലേക്ക് ഒരാൾ താഴേക്ക് നിൽക്കാം. അങ്ങനെയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ഒപ്പോസിങ് അല്ലെ? ഒപ്പോസിങ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡീമാഗ്നറ്റൈസിങ് എന്ന് പറയും. കാരണം മെയിൻ ഫീൽഡ് മുകളിലേക്കും ആർമേച്ചർ MMF താഴേക്കും ആണെങ്കിൽ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? നെറ്റ് ഫീൽഡ് അല്ലെങ്കിൽ നെറ്റ് MMF അല്ലെങ്കിൽ നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് കുറയും.
അതാണ് സംഭവിക്കാൻ പോകുന്നത്. നേരത്തെ തന്നെ രണ്ടുപേരും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എയ്ഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് മാഗ്നറ്റൈസേഷൻ എഫക്റ്റ് ഉണ്ടാവുന്നത്. രണ്ടുപേരും കൂടെ എയ്ഡ് ചെയ്താൽ കൂടുതൽ മാഗ്നറ്റൈസേഷൻ ഉണ്ടാവും. ഒപ്പോസ് ചെയ്ത് നിന്നാൽ ഡീമാഗ്നറ്റൈസേഷൻ എഫക്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ വേറൊരു പോസിബിലിറ്റി കൂടെ ക്രോസ് മാഗ്നറ്റൈസേഷൻ എഫക്റ്റ് വരാം. ഒരാൾ ഇങ്ങനെ നിൽക്കുന്നു, ഒരാൾ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് ക്രോസ് മാഗ്നറ്റൈസേഷൻ. ആൻഡ് ദ തിങ് ദാറ്റ് യു സീ ഹിയർ ഇസ് ആർമേച്ചർ റിയാക്ഷൻ കാരണം നമുക്ക് കിട്ടാൻ പോകുന്നത് ഡീമാഗ്നറ്റൈസേഷനും ക്രോസ് മാഗ്നറ്റൈസേഷനുമാണ്. ഇത് രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടായിരിക്കും സംഭവിക്കുന്നത്. സോ ഡിപ്പെൻഡിങ് ഓൺ ദ ലോഡിങ്, നിങ്ങൾ ഏത് ലോഡിങ് ജനറേറ്ററിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു ലോഡ് ഉണ്ടല്ലോ, ആ ലോഡ് നിങ്ങൾ വേരി ചെയ്യുന്നതനുസരിച്ച് ഈ ഒരു ഡീമാഗ്നറ്റൈസേഷനിലും ക്രോസ് മാഗ്നറ്റൈസേഷനിലും ചേഞ്ച് വരും. ഓക്കെ, സോ എന്തായാലും ഒന്നുകിൽ ഡീമാഗ്നറ്റൈസേഷൻ സംഭവിക്കും, അതല്ലെങ്കിൽ ക്രോസ് മാഗ്നറ്റൈസേഷൻ സംഭവിക്കും. മാഗ്നറ്റൈസേഷൻ സംഭവിക്കത്തേ ഇല്ല. സോ വാട്ട് എവർ ഫ്ലക്സ് ദാറ്റ് യു ആർ ഗിവിംഗ്, നമ്മൾ മെയിൻ ഫീൽഡ് എന്ന് പറഞ്ഞു ഒരു ഫ്ലക്സ് കൊടുത്തല്ലോ, അല്ലെങ്കിൽ ഒരു MMF കൊടുത്തല്ലോ, ആ MMFനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഈ ആർമേച്ചർ MMF വരുന്നത്. സോ ഇസ് ദാറ്റ് ആൻ അഡ്വാൻറ്റേജ് ഫോർ us? അതൊരു അഡ്വാൻറ്റേജ് ആണോ? അല്ല. ആർമേച്ചർ റിയാക്ഷൻ ഇസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു ഡീൽ വിത്ത്. ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടെക്നിക്സ് നമ്മൾ പഠിച്ചേ പറ്റും. അപ്പൊ അതിനു വേണ്ടിയാണ് ആദ്യം നമ്മൾ ഈ സംഭവം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയും വാട്ട് ആർ ദ വേസ് ഇൻ വിച്ച് യു ക്യാൻ പ്രിവെന്റ് ആർമേച്ചർ റിയാക്ഷൻ. അതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. അത് നമ്മുടെ സ്കോപ്പിലില്ല കറന്റ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പിക്, ഈ ഒരു വീഡിയോയിൽ അത് വരത്തില്ല. ബട്ട് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത്, നിങ്ങളുടെ സിലബസിലായാലും നോക്കുന്നത്, നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് ഹൗ ഡു യു ഗെറ്റ് റിഡ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ. ദാറ്റ്സ് ദ നെക്സ്റ്റ് ടോപ്പിക്. സോ ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഇസ് ക്ലിയർ ഫോർ യു. Now we can directly go to the important section. ഇനിയുള്ള സെക്ഷനിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി പോകാൻ പറ്റും. സോ ഒരു ഡെഫിനേഷനായിട്ട് ആരെങ്കിലും ചോദിച്ചാൽ, ഇപ്പൊ വഴി പോകുന്ന ഒരാൾ ചോദിക്കുക, താങ്കളൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അല്ലേ, പ്ലീസ് സേ വാട്ട് ഇസ് ആർമേച്ചർ റിയാക്ഷൻ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്ന ആൻസർ എന്ന് വെച്ചാൽ എഫക്ട് ഓഫ് ആർമേച്ചർ MMF ഓൺ മെയിൻ ഫീൽഡ് MMF. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. നമ്മുടെ ആർമേച്ചർ MMF കാരണം മെയിൻ ഫീൽഡ് MMFന് ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ്, അതിനെയാണ് നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വേറെ രീതി പറയാന്ന് വെച്ചാൽ എഫക്ട് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് സെറ്റപ്പ് ബൈ ദ ആർമേച്ചർ കറണ്ട്. ആർമേച്ചർ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ ആ കണ്ടക്ടറിലൂടെ, നമ്മുടെ ഈ മെയിൻ കണ്ടക്ടർ ഉണ്ടല്ലോ, ആ മെയിൻ കണ്ടക്ടറിലൂടെ അല്ലെങ്കിൽ കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് വഴി ഒരു ഫ്ലക്സ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ആ എഫക്ട് ഓഫ് ദാറ്റ് ഫ്ലക്സ് ഓൺ എന്തിനാണ് ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നത്? എന്തിനാണ് ഡിസ്റ്റർബ് ചെയ്യും? ഇറ്റ് ഡിസ്റ്റർബ്സ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്ലക്സ് അണ്ടർ ദ മെയിൻ പോൾ ഓഫ് DC മെഷീൻ. അപ്പൊ നമ്മുടെ മെയിൻ രണ്ട് പോൾസ് ഉണ്ട്, ആ പോൾസിന്റെ ഇടയ്ക്കുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഈ ആർമേച്ചർ ഫ്ലക്സ് ഉണ്ടാവുന്നതാണ് ഈ ഒരു ആർമേച്ചർ റിയാക്ഷൻ. ഓക്കെ, സോ ആർമേച്ചർ റിയാക്ഷൻ ഇസ് ജസ്റ്റ് എ ഫിനോമിനൻ ഇൻ വിച്ച് the armature MMF disturbs or it has an effect on the main field MMF. Main field MMF നെ എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ആ ഫിനോമിനെയാണ് നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഹിയർ യു ഹാവ് ദ മാഗ്നറ്റ്, ഇലക്ട്രോമാഗ്നറ്റ് ഇവിടെ ഉണ്ട്, നോർത്ത് ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്. ആൻഡ് ഐ ഹോപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് എങ്ങനെ നോർത്തും സൗത്തും ഒക്കെ ഉണ്ടായെന്ന്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ കോറിലൂടെ നമ്മൾ വൈൻഡിങ് കൊടുക്കുന്നുണ്ട്. ഇതിനെയാണ് ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ഓൾസോ അനദർ ഇമ്പോർട്ടന്റ് തിങ്, ഫീൽഡ് വൈൻഡിങ് എന്ന് പറയും. ഓക്കെ, ഫീൽഡ് വൈൻഡിങ് എന്താ ചെയ്യുന്നത്? ഫീൽഡ് വൈൻഡിങ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫീൽഡ് വൈൻഡിങ് വെച്ചേക്കുന്നത്. സോ ഇതൊരു കോറുണ്ട്, ഈ കോറും ഈ ഒരു ഫീൽഡ് വൈൻഡിങ്ങോട് ചേർന്നാണ് ഒരു പോൾ ഉണ്ടാവുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഈ നോർത്ത് പോൾ ഉണ്ടാവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ കറണ്ട് എന്ന് പറയുന്നത് ഈ രീതിയിൽ, ഏത് രീതിയിലാണ് ഫ്ലോ ചെയ്യേണ്ടത്? ഈ രീതിയിൽ ഫ്ലോ ചെയ്യണം. ഈ രീതിയിൽ ഫ്ലോ ചെയ്യുമ്പോൾ when you do the right hand thumb rule, you will see that magnetic field is pointing in this direction. അങ്ങനെ ആവുമ്പോഴാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഡയറക്ഷനിലേക്ക് വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കും. അതുപോലെ അപ്പുറത്തും ഒരു ഫീൽഡ് വൈൻഡിങ് ഉണ്ട്. ആ ഫീൽഡ് വൈൻഡിങ്ങിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ് ഇതൊരു സൗത്ത് പോളായി മാറുന്നത്. അങ്ങനെയാണ് നോർത്ത് സൗത്തും ഇങ്ങനെ സംഭവിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇതിന്റെ നടുക്കായിട്ട് നമ്മൾ നേരത്തെയാണ് ഒരു കണ്ടക്ടറെ കണ്ടുള്ളൂ. നേരത്തെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു കണ്ടക്ടർ അല്ല, ഒരു കോയിലായിരുന്നു നമ്മൾ കണ്ടത് അല്ലെ, ഒരു കോയിലായിട്ടാണ് കണ്ടത്. ബട്ട് യു നോ ദാറ്റ് നമ്മളൊരു പ്രാക്ടിക്കൽ ആയിട്ടൊരു ജനറേറ്റർ എടുത്താൽ ദർ വിൽ ബി മൾട്ടിപ്പിൾ കോയിൽസ്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള കോയിലുകൾ കാണും. സോ അതാണ് ഇവിടെ കാണുന്നത്. സോ ഈ സപ്പോസ് ഈ ഒരു കോയിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തെന്നിരിക്കട്ടെ, അതിങ്ങനെ കറങ്ങിയിട്ട് ചിലപ്പോൾ ഈ ഒരു പോയിന്റിലായിരിക്കും വന്ന് എൻഡ് ചെയ്യുന്നത്, ഇവിടെ ആയിരിക്കും വന്ന് എൻഡ് ചെയ്യുന്നത്. അതുപോലെ ഇയാൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കറങ്ങി, ദാറ്റ് ഇസ് ഇതൊരു സിലിണ്ടർ ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. ഒരു ജനറേറ്റർ അതിന്റെ ഈ ആർമേച്ചർ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്ന ഒരു സിലിണ്ടറാണ്.
ആ സിലിണ്ടറിന്റെ ഒരു ക്രോസ് സെക്ഷനാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഒരു സർക്കിളായിട്ട് കാണുന്നത്. ഓക്കെ, സോ അതിന്റെ സ്ലോട്ട്സിനുള്ളിലാണ് നമ്മുടെ ഈ കണ്ടക്ടേഴ്സ് വെച്ചേക്കുന്നത്, ഈ കോയിൽ വെച്ചേക്കുന്നത്. ഒരു എൻഡിൽ നിന്ന് വൈൻഡ് ചെയ്ത് അത് മറ്റേ എൻഡിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു വരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ 1 എന്ന് പറഞ്ഞായിരിക്കും ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. 1 represents one side of the coil and 1 represents the other side. Okay, so currently നമ്മുടെ ആർമേച്ചർ കണ്ടക്ടേഴ്സിലൂടെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല. അങ്ങനെ ആർമേച്ചർ കണ്ടക്ടേഴ്സിലൂടെ കറണ്ട് ഫ്ലോ ചെയ്തില്ലെങ്കിൽ ആർമേച്ചർ റിയാക്ഷൻ ഉണ്ടോ? ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടോ? ഇല്ല, ആർമേച്ചർ റിയാക്ഷൻ ഇല്ല. സോ വൺ തിങ് ദാറ്റ് യു ക്യാൻ കൺക്ലൂഡ് ഇസ് നോ ലോഡ് കണ്ടീഷൻ ആണെങ്കിൽ, ഈ ജനറേറ്ററിൽ ഞാൻ ലോഡ് ഒന്നും കണക്ട് ചെയ്യുന്നില്ല എങ്കിൽ what will happen? ആർമേച്ചർ റിയാക്ഷൻ ഉണ്ടാവത്തില്ല. ഐഡിയലി സ്പീക്കിംഗ് ആർമേച്ചർ റിയാക്ഷൻ ഉണ്ടാവത്തില്ല. സോ ദാറ്റ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ദാറ്റ് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ്. സോ കറണ്ട് ഫ്ലോ ചെയ്തില്ലെങ്കിൽ, ആർമേച്ചർ കണ്ടക്ടേഴ്സിലൂടെ അല്ലെങ്കിൽ ആർമേച്ചർ വൈൻഡിങ്ങിലൂടെ കറണ്ട് ഫ്ലോ ചെയ്തില്ല എങ്കിൽ ദെൻ നമ്മുടെ ഫ്ലക്സ് അല്ലെങ്കിൽ ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ MMF എന്ന് പറയുന്നത് ഒരു പ്രശ്നവുമില്ലാതെ ഇങ്ങനെ അങ്ങ് പോകും. ഓക്കെ, സോ യു ക്യാൻ സീ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും അത് പോകുന്നത്. ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടാവുന്നുണ്ട്. ചെറിയ വേരിയേഷൻ ഉണ്ടാവാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡിഫറെന്റ് മീഡിയത്തിലൂടെയാണ് പോകുന്നത്. നേരത്തെ ആണെങ്കിൽ ഒരു മാഗ്നറ്റിക് കോറിലൂടെയാണ് പോയതെങ്കിൽ പിന്നെ എയർ കയറുന്നുണ്ട്, പിന്നെ എയർ പാത്തിലൂടെ വരുന്നുണ്ട്, പിന്നെ നമ്മൾ കോറിന്റെ അത് ഡിഫറെന്റ് മെറ്റീരിയൽ ആയിരിക്കും. സോ വേറൊരു മെറ്റീരിയലിലൂടെ പോകുമ്പോൾ ചെറിയതായിട്ടുള്ള വേരിയേഷൻസ് ഉണ്ടാവും. ബട്ട് ഭയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ജനറേറ്ററിന്റെ പെർഫോമൻസിനെ ബാധിക്കത്തക്കതായിട്ടൊരു ചേഞ്ച് ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ നമ്മളെ ഓവറോൾ ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലായിട്ടൊരു ചേഞ്ച് ഒന്നും ഉണ്ടാവത്തില്ല. സോ ബേസിക്കലി യു ക്യാൻ ഡ്രോ ലൈക്ക് സ്ട്രെയിറ്റ് ലൈൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കും. ഈ ഒരു ചെറിയ ചേഞ്ച് കാണിക്കണമെന്നില്ല. പല ടെക്സ്റ്റിലും അത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ കറണ്ട് സിനാരിയോ എന്ന് പറയുന്നത് കറണ്ട് ഫ്ലോ ആർമേച്ചറിലൂടെ ഇല്ല, മെയിൻ ഫീൽഡ് മാത്രമാണ് ഉള്ളത്. ദിസ് ഇസ് ദ കറണ്ട് സിനാരിയോ. സപ്പോസ് കറണ്ട് ഫ്ലോ ഉണ്ടായി തുടങ്ങിയെന്നിരിക്കട്ടെ നമ്മുടെ ഈ ഒരു കണ്ടക്ടേഴ്സിലൂടെ. ഏത് കണ്ടക്ടേഴ്സാ? നമ്മുടെ ഈ ആർമേച്ചർ കണ്ടക്ടേഴ്സിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടായെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആർമേച്ചർ MMF ഉണ്ടാവും. ആ ആർമേച്ചർ MMFന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? സോ അവിടെയും ഞാൻ പറഞ്ഞ പോലെ ഡോട്ട് ക്രോസ് ഉണ്ട്. സോ ഇവിടുന്ന് കറണ്ട് കയറിയിട്ട് ഇതിങ്ങനെ എവിടുന്നോ ചുറ്റി ഇതിലേക്കൂടെ കറണ്ട് ഇറങ്ങി വരിക. ഓക്കെ, സോ ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. അങ്ങനെയാണെങ്കിൽ വാട്ട് യു ഷുഡ് ഡു, നമുക്ക് അതിന്റെ ഫ്ലക്സിന്റെ ഡയറക്ഷൻ അറിയണം, അല്ലെങ്കിൽ ഏത് ഓറിയന്റേഷനാണ് ഇത് ഇരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ യു ഹാവ് ടു ഡു റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. സോ ഈ ഇത്രയും സെക്ഷനെ ഞാൻ ഒരുമിച്ച് അങ്ങ് എടുക്കുകയാണ്, ഇത്രയും പേര് ഒരുമിച്ച് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ സെക്ഷനിലെ കറണ്ട് ഫ്ലോ കാരണം നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ, ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഓറിയന്റേഷൻ എങ്ങനെയായിരിക്കും? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യാം. സോ റൈറ്റ് ഹാൻഡ് എടുക്കുക, ഇങ്ങനെ വെച്ച് കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഉള്ളിലേക്കാണ് ഉള്ളത് അല്ലേ, തമ്പ് ഉള്ളിലേക്കാണ്. സോ ഫിംഗേഴ്സിനെ കേൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ യു വിൽ സീ ദാറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ പാസിംഗ് ലൈക്ക് ദിസ്. ഈ രീതിയിലാണ് വരുന്നത്. അതുപോലെ മറ്റേ സൈഡിൽ നോക്കുക, മറ്റേ സൈഡിൽ ഡോട്ട് ആയിരിക്കും വരുന്നത്. അപ്പോൾ കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് പുറത്തേക്കാണ്, തമ്പ് പുറത്തേക്കായിരിക്കണം ഫേസ് ചെയ്യേണ്ടത്. കേൾ ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. സോ ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഇസ് ക്ലിയർ ഫോർ യു. സോ ഇങ്ങനെ ആയിരിക്കും ആർമേച്ചർ MMF ഫോം ചെയ്യുന്നത്. ഇതിന്റെ രണ്ടിന്റെ റിസൾട്ടന്റ് ആയിട്ട് വരുന്ന ഏത് ഡയറക്ഷൻ ആയിരിക്കും? റിസൾട്ടന്റ് ഫ്ലക്സ്, ആർമേച്ചറിന്റെ റിസൾട്ടന്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് ഈ താഴേക്കുള്ള ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും. എഫ് എ എന്ന് പറയുന്ന ഡയറക്ഷനിലായിരിക്കും. കാരണം ഈ ഫ്ലക്സ് ലൈൻസ് എന്ന് പറയുന്നത് എല്ലാവരും താഴേക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നെറ്റ് ആർമേച്ചർ ഫ്ലക്സ് അല്ലെങ്കിൽ ഒരു റിസൾട്ടന്റ് ആർമേച്ചർ ഫ്ലക്സ് എന്ന് പറയുന്നത് താഴേക്കായിരിക്കും നിൽക്കുന്നത്. മെയിൻ ഫീൽഡ് ഫ്ലക്സ് ഏത് ഡയറക്ഷനിലായിരുന്നു നിന്നെന്ന് ഓർമ്മയുണ്ടോ? മെയിൻ ഫീൽഡ് ഫ്ലക്സ് ഈ ഡയറക്ഷനിലായിരുന്നു, നോർത്ത് ടു സൗത്ത് ആയിട്ടാണ് മെയിൻ ഫീൽഡ് ഫ്ലക്സ് നിൽക്കുന്നത്. ആർമേച്ചർ MMF അല്ലെങ്കിൽ ആർമേച്ചർ ഫ്ലക്സ് നിൽക്കുന്നത് താഴേക്കാണ്. ഓക്കെ, ഇനി നമ്മൾ ഇവരെ രണ്ടുപേരെയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മൾ ഇവരെ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് കണ്ടു. ഇനിയാണ് നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വരുന്നത്. സപ്പോസ് ഇഫ് ബോത്ത് ഓഫ് ദം ഒക്കെ ടുഗദർ, രണ്ടുപേരും കൂടെ ഒരുമിച്ച് സംഭവിക്കുമ്പോൾ, ഇൻഫാക്ട് നോർമൽ ഓപ്പറേഷനിൽ രണ്ടുപേരും ഒരുമിച്ചാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്ന ഇഷ്യൂ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് സംഭവിക്കുമ്പോഴത്തേക്ക് യു വിൽ സീ ദാറ്റ് ദ ഫ്ലക്സ് ലൈൻസ് ഗെറ്റ് ഡിസ്റ്റർബ്ഡ്. ഓറിയന്റേഷൻ എല്ലാം പോയി ആപ്പാടെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. സോ ഈ ഒരു പോർഷനിലൊക്കെ നിങ്ങൾക്ക് കാണാം, അതൊരു ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഈ ഒരു പോർഷനിലൊക്കെ ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. പക്ഷേ ആർമേച്ചർ MMF അല്ലെങ്കിൽ ആർമേച്ചർ ഫ്ലക്സിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള റീജിയനിലേക്ക് വരുമ്പോൾ, ദാറ്റ് ഈസ് ഈ ഒരു റീജിയനിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു? നമ്മുടെ ഫ്ലക്സ് ലൈൻസ് എന്ന് പറയുന്നത് അതിന്റെ ഓറിയന്റേഷൻ എല്ലാം ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. സോ ദിസ് ഇസ് വാട്ട് യു സീ. സോ നമ്മൾ പ്രതീക്ഷിച്ചത് ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആയിരുന്നു. സോ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊന്ന് വരയ്ക്കാം.
വാട്ട് വി എക്സ്പെക്റ്റഡ് ഇസ് സംതിങ് ലൈക്ക് ദിസ്. ദാറ്റ് ഇസ് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് പോകുന്നു എന്നായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. ആർമേച്ചർ റിയാക്ഷൻ അറിഞ്ഞുകൂടാത്ത ഒരാളാണെങ്കിൽ അയാൾ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്, നോർത്ത് ഉണ്ട് സൗത്ത് ഉണ്ട്, സോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും പോകുന്നതായിരിക്കും. പക്ഷെ ഒറിജിനലി എന്താ സംഭവിക്കാൻ പോകുന്നത്, ആർമേച്ചർ റിയാക്ഷൻ എഫക്റ്റ് കാരണം എന്താ പറ്റും, ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ആയിരിക്കുമോ ഫ്ലോ ചെയ്യുന്നത്, ഇങ്ങനെ ആയിരിക്കുമോ ഉള്ള പാത്ത്, വിൽ ബി സംതിങ് കുറച്ചും കൂടി ഡിസ്റ്റോർട്ടഡ് ആയിട്ടായിരിക്കും. സോ ഇങ്ങനെ വന്ന് ചിലപ്പോൾ ഈ രീതിയിലൊക്കെ പോവും, ഇങ്ങനെയൊക്കെ ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഈ രീതിയിലായിരിക്കും ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ളൊരു ഫീൽഡ് ആയിരിക്കും കിട്ടുന്നത്. സോ ഈ ഒരു ഡിസ്റ്റോർട്ടഡ് മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് മാഗ്നറ്റിക് MMF ദാറ്റ് ഇസ് സീൻ അറൌണ്ട് ദ കണ്ടക്ടേഴ്സ്. ഈ കണ്ടക്ടേഴ്സ് കാണുന്നത്, സപ്പോസ് ഈ കണ്ടക്ടേഴ്സിന്റെ അവിടെ നിങ്ങൾ നിൽക്കാന്നിരിക്കട്ടെ, അപ്പൊ ഈ കണ്ടക്ടേഴ്സ് കാണുന്നത് നല്ല വൃത്തിയായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഫ്ലക്സ് ലൈൻസ് ആണോ കാണുന്നത്? അല്ല. ദേ ആർ സീയിങ് സംതിങ് വിച്ച് ഇസ് മിസ്ഓറിയന്റഡ് അല്ലെങ്കിൽ ഭയങ്കര ക്ലംസി ആയിട്ട് കിടക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെയാണ് കാണുന്നത്. ആൻഡ് ഈ ഒരു ഏരിയയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈന് നമ്മൾ പറയുന്നതാണ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് MMF പറയുന്നതാണ് എയർ ഗ്യാപ്പ് MMF. എയർ ഗ്യാപ്പ് MMF എന്ന് പറയാം, അല്ലെങ്കിൽ റിസൾട്ടന്റ് MMF എന്നും പറയാറുണ്ട്. സോ ഈ ഒരു റീജൻ, ദാറ്റ് ഈസ് എയർ ഗ്യാപ്പ് ഉള്ള റീജൻ. എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് രണ്ട് ഈ ഒരു പോൾസിന്റെ ഇടയ്ക്കായിട്ടുള്ള പോർഷനെയാണ് നമ്മൾ എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. സോ ആ എയർ ഗ്യാപ്പ് ഉള്ള സ്ഥലത്ത് ഉണ്ടാവുന്ന MMF-നെയാണ് നമ്മൾ എയർ ഗ്യാപ്പ് MMF എന്ന് പറയുന്നത്. സോ എയർ ഗ്യാപ്പ് MMF എന്ന് പറയുന്നത് റിസൾട്ടന്റ് MMF ആണ്. സോ ദാറ്റ് ഇസ് ദ ഫ്ലക്സ് ദാറ്റ് ദ കണ്ടക്ടർ വിൽ സീ. കണ്ടക്ടർ കാണാൻ പോകുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് ആ ഒരു ഫ്ലക്സ് ആണ്. സോ ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഇസ് ക്ലിയർ ഫോർ യു. ഓക്കെ, സോ ഇതിനെ ഒരു ഫേസർ ഡയഗ്രാം ആയിട്ട് വരച്ചാൽ, ഫേസർ ഡയഗ്രാം ഇസ് എ സിമ്പിൾ റെപ്രസെന്റേഷൻ ഓഫ് വാട്ട് എവർ വി ഹാവ് ലേൺ. സോ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മെയിൻ ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും നിൽക്കുന്നത്, ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു. ആൻഡ് ആർമേച്ചർ MMF എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും ഉള്ളത്. മെയിൻ ഫീൽഡ് MMF ഈ ഡയറക്ഷൻ, ആർമേച്ചർ MMF ഈ ഡയറക്ഷൻ. രണ്ടിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കണമെങ്കിൽ അറിയാമല്ലോ എങ്ങനെ കണ്ടുപിടിക്കാന്ന്. സോ വെക്ടർ അഡീഷൻ ഒക്കെ നിങ്ങൾ ചെയ്തിട്ടില്ല, രണ്ടിന്റെ റിസൾട്ടന്റ് എങ്ങനെ കണ്ടുപിടിക്കും, പാരലോഗ്രാം ലോ, അങ്ങനെ പല ലോസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഫൈനലി യു വിൽ ബി ഗെറ്റിംഗ് ദ റിസൾട്ടന്റ്. ഇതാണ് റിസൾട്ടന്റ്. ഇപ്പോൾ റിസൾട്ടന്റ് MMF എന്ന് പറയുന്നത് വേറൊരു ഓറിയന്റേഷനിലായിരിക്കും ഉള്ളത്. നേരത്തെ ആണെങ്കിൽ ഈ ഒരു ഓറിയന്റേഷൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്, ബട്ട് കറന്റ് ഇപ്പം ഇയാൾ ഈ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഇസ് ക്ലിയർ ഫോർ യു. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നോ ലോഡിലാണെങ്കിൽ ആർമേച്ചർ റിയാക്ഷൻ ഇല്ല. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഐഡിയലി സ്പീക്കിംഗ് നോ ലോഡിൽ ആർമേച്ചർ റിയാക്ഷൻ ഇൻഫ്ലുവൻസ് ഇല്ല. ലോഡ് ചെയ്യുമ്പോഴാണ് ആർമേച്ചർ റിയാക്ഷൻ ഉണ്ടാകുന്നത്. ഇൻഫാക്ട് ലോഡിങ് ചെയ്യുന്നതനുസരിച്ച്, നിങ്ങൾ കൂടുതൽ ലോഡ് ചെയ്യുന്നതനുസരിച്ച്, ദാറ്റ് ഇസ് കൂടുതൽ കറണ്ട് ആർമേച്ചർ സർക്യൂട്ടിലൂടെ പോകുന്നതനുസരിച്ച് വാട്ട് വിൽ ഹാപ്പൻ, ആർമേച്ചർ റിയാക്ഷൻ വിൽ ബിക്കം വേഴ്സ് ആൻഡ് വേഴ്സ്. കൂടുതൽ വേഴ്സ് ആവാനുള്ള സാധ്യതയാണുള്ളത്. വൺ സച്ച് എക്സാമ്പിൾ ഇസ്, സപ്പോസ് FM ഇവിടെ ഉണ്ട് ആൻഡ് ഇതായിരുന്നു FA. ആദ്യം FA ഇതായിരുന്നെങ്കിൽ എൻ്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഈ രീതിയിലായിരുന്നതിന് റിസൾട്ടന്റ് വരുന്നത്. ഓക്കെ, സപ്പോസ് ഇഫ് മോർ കറണ്ട് ഇസ് ഫ്ലോയിങ്, കൂടുതൽ കറണ്ട് പോയാൽ MMF എന്ന് പറയുന്നത് ആംബിയർ ടേൺസ് ആണ്, അതുകൊണ്ട് FA എന്ന് പറയുന്നത് കൂടും. FA കൂടി എന്ത് പറ്റും, പിന്നെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഈ രീതിയിലായിരിക്കും. ആൻഡ് യു വിൽ സീ ദാറ്റ് ഈ ഒരു രീതിയിലേക്കായിരിക്കും അത് വരുന്നത്. ദാറ്റ് ഇസ് നേരത്തെ പൊസിഷനിൽ നിന്ന് കൂടുതൽ ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ കൂടുതൽ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ ആണെങ്കിൽ ഇത്രേ സംഭവിച്ചിട്ടുള്ളെങ്കിൽ ഇപ്പോഴാണെങ്കിൽ കൂടുതൽ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. റിസൾട്ടന്റിനെ കൂടുതൽ ഷിഫ്റ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഇസ് ക്ലിയർ. സോ മെയിൻലി ആരെങ്കിലും നിങ്ങളുടെ ചോദിക്കുകയാണെങ്കിൽ വാട്ട് ആർ ദി എഫക്ട്സ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ, അല്ലെങ്കിൽ ആർമേച്ചർ റിയാക്ഷൻ കാരണം എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാകുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാവുന്നത് ഇതാണ്. ദാറ്റ് ഇസ് രണ്ട് എഫക്റ്റ് ആണ് മെയിൻലി ഉണ്ടാകുന്നത്. ഓക്കെ, ഇൻഫാക്ട് എക്സാമിന് എഴുതുമ്പോൾ പ്ലീസ് മെൻഷൻ ദീസ് ടു എഫക്ട്സ്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ഡീമാഗ്നറ്റൈസേഷൻ എഫക്റ്റ് ആണ്. ഞാൻ ഇത് ഓൾറെഡി ആദ്യമേ പറഞ്ഞായിരുന്നു ഡീമാഗ്നറ്റൈസേഷൻ എഫക്ട്. എന്താണ് ഡീമാഗ്നറ്റൈസേഷൻ എഫക്ട് കൊണ്ട് സംഭവിക്കുന്നത്? ഇറ്റ് വീക്കൺസ് ദ മെയിൻ ഫീൽഡിനെ വീക്കൺ ചെയ്യും. സോ ദാറ്റ് ഇസ് ദ മെയിൻ എഫക്ട് ദാറ്റ് ഹാപ്പൻസ്. ഓക്കെ, മെയിൻ ഫീൽഡ് വീക്കൺ ആയ എന്താ സംഭവിക്കുക? നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ എന്തായിരിക്കും സംഭവിക്കുക? സപ്പോസ് ഞാൻ കൊടുക്കേണ്ട ഫീൽഡ് 10 വെബർ ആണെന്നിരിക്കട്ടെ. സപ്പോസ് എൻ്റെ മോട്ടർ അല്ലെങ്കിൽ ജനറേറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ 10 വെബർ ആയിരുന്നു വേണ്ടുന്നത്. ആൻഡ് ആർമേച്ചർ റിയാക്ഷൻ അറിഞ്ഞൂടാത്ത ഒരാളാണെങ്കിൽ ഈ 10 വെബർ കൊടുത്തിട്ടാണ് അയാൾ ഇങ്ങനെ നോക്കിയിരിക്കും. പക്ഷെ പെർഫോമൻസ് നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. ഇറ്റ് വിൽ ബി എ റെഡ്യൂസ് പെർഫോമൻസ്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ആർമേച്ചർ റിയാക്ഷൻ കാരണം ഈ 10 വെബറിൽ നിന്ന് ഒരു ചെറിയ റിഡക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് കിട്ടത്തില്ല. സോ ദാറ്റ് ഈസ് വാട്ട് യു ഹാവ് ടു റിമെമ്പർ ഹിയർ. ആൻഡ് ഓൾസോ
നമ്മളൊരു ജനറേറ്റർ എടുക്കുന്നെങ്കിൽ ആർമേച്ചർ റിയാക്ഷൻ കാരണം ഇൻഡ്യൂസ് ഡി എം എഫിൽ ഒരു റിഡക്ഷൻ ഉണ്ടാവും. അതുപോലെ മോട്ടർ എടുക്കുന്നെങ്കിൽ ടോർക്കിൽ ഒരു റിഡക്ഷൻ ഉണ്ടാവും. ഓക്കെ, ആർമേച്ചർ റിയാക്ഷൻ കാരണം ഉണ്ടാവുന്ന ജനറേറ്ററിലുള്ള എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ് ഡി എം എഫിൽ റിഡക്ഷൻ ഉണ്ടാവും, മോട്ടറിലാണെങ്കിൽ ടോർക്കിൽ റിഡക്ഷൻ ഉണ്ടാവും. ഇൻഫാക്ട് ഈ ഒരു ഫേമസ് ഫോർമുല ഉണ്ട്. ഈ ഫോർമുല ഒരു കാരണവശാലും മറക്കരുത്. ദാറ്റ് ഇസ് ജനറേറ്റഡ് ഇ എം എഫ് അല്ലെങ്കിൽ ബാക്ക് ഇ എം എഫ്. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജനറേറ്റഡ് ഇ എം എഫിനും ബാക്ക് ഇ എം എഫിനും ഇതേ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് നമുക്കിപ്പം തൽക്കാലത്തെ ജനറേറ്റഡ് ഇ എം എഫ് എന്ന് പറഞ്ഞ് മാത്രം കൺസിഡർ ചെയ്യാം. സോ ഇ ജി ഇസ് ഇക്വൽ ടു കെ ഇൻറ്റു ഫൈവ് ഒമേഗ, കെ ഇൻറ്റു ഫൈവ് ഒമേഗ. സോ ദിസ് ഇസ് ദ ജനറേറ്റഡ് ഇ എം എഫിന്റെ ഫോർമുലയാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്, ഒരു കാരണവശാലും മറക്കരുത്. ആൻഡ് ടോർക്കിനുള്ള ഫോർമുല, ടോർക്കിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു ഫൈവ് ഐ എ. ഇതാണ് ഫോർമുല. ഓക്കെ, ദിസ് ഇസ് ദ ഫോർമുല. സോ ഹിയർ കെ എന്ന് പറയുന്നത് ഒരു ഡി സി മെഷീൻ കോൺസ്റ്റന്റ് ആണ്, ഫൈവ് എന്ന് പറയുന്ന ഫ്ലക്സ് ആണ്, ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ആണ്. ആൻഡ് ദീസ് ആർ ദ ടേംസ്. ഐ എ എന്ന് പറയുന്നത് ആർമേച്ചർ കറണ്ട് ആണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ രണ്ടിടത്തും കാണുന്ന ഒരു കോമൺ കാര്യം എന്ന് വെച്ചാൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇ ജി ഡിപ്പെൻഡ്സ് അപ്പോൺ ഫ്ലക്സ്, ടോർക്ക് ഓൾസോ ഡിപ്പെൻഡ് അപ്പോൺ ഫ്ലക്സ്. അതുകൊണ്ട് ഫ്ലക്സിൽ ഒരു റിഡക്ഷൻ ഉണ്ടായാൽ ഈ രണ്ട് ഫാക്ടേഴ്സിനെയും അല്ലെങ്കിൽ രണ്ട് പാരാമീറ്റേഴ്സിനെ അത് ബാധിക്കും. ഇ ജിയിലും ഒരു റിഡക്ഷൻ ഉണ്ടാവും, ജനറേറ്റഡ് ഇ എം എഫ് റിഡക്ഷൻ ഉണ്ടാവും, ടോർക്കിലും റിഡക്ഷൻ ഉണ്ടാവും. സോ ഇതിൽ കെ എന്ന് പറയുന്നത് പി ഇസഡ് ബൈ 2πa ആണ്. ഇതൊരു കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ, മെഷീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പാരാമീറ്റർ പിന്നെ ചേഞ്ച് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കോൺസ്റ്റന്റ് ആക്കി വെച്ചേക്കുന്നത്. ഓക്കെ, ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഫീൽഡിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞ പോലെ ഫീൽഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്? ആ ഫീൽഡ് വൈൻഡിങ്ങിലൂടെ പോകുന്ന കറണ്ടിനെ കൺട്രോൾ ചെയ്ത് എനിക്ക് മാഗ്നറ്റൈസേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും, എത്രമാത്രം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നതെന്ന്. സോ എനിക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ജനറേറ്ററിന്റെ കേസിലാണെങ്കിൽ എനിക്ക് സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, കാരണം ഞാനാണ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഏത് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യണം എന്നുള്ളത് ഐ ക്യാൻ കൺട്രോൾ ഇറ്റ്. സോ ഈ രണ്ട് സാധനവും വേരിയബിൾ ആണ്, എനിക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള എല്ലാം, അതിനെ എല്ലാം കൂടെ ചേർത്താണ് കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വെച്ചേക്കുന്നത്. അതിനെ എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പെർഫോം ചെയ്യുന്ന ഇടയ്ക്ക് അല്ലെങ്കിൽ റണ്ണ് ചെയ്യുന്ന ഇടയ്ക്ക് എനിക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഡിസൈൻ കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചേക്കുന്നത്. കെ ഇസ് ഇക്വൽ ടു പി ഇസഡ്. പി എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസ്, ഇസഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്, 2πa. എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാരലൽ പാസ്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഡി സി മെഷീൻസിൽ പഠിക്കുന്നതാണ്. ഇൻഫാക്ട് ഇതിന്റെ ഫുൾ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അവിടെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ കോൺസെപ്റ്റ് ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. സോ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യാനാണെങ്കിൽ ഡീമാഗ്നറ്റൈസേഷൻ ഓഫ് എഫക്റ്റ് ഉണ്ടാവും. ആ ഡീമാഗ്നറ്റൈസേഷൻ എഫക്റ്റ് കാരണം ജനറേറ്റഡ് ഇ എം എഫിൽ റിഡക്ഷൻ ഉണ്ടാവും, ടോർക്കിലും റിഡക്ഷൻ ഉണ്ടാവും. പിന്നെ ഉള്ളത് ക്രോസ് മാഗ്നറ്റൈസേഷൻ എഫക്റ്റ് ആണ്. ക്രോസ് മാഗ്നറ്റൈസേഷൻ എന്താ ചെയ്യുന്നത്? ഈ ഡിസ്റ്റോർട്ട്സ് ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിനെ ഫുൾ ആയിട്ട് ഒന്ന് ഡിസ്റ്റോർട്ട് ചെയ്യും. അതാണ് ഇതിന്റെ ഒരു എഫക്റ്റ്. ഓക്കെ, സോ ലൈക്ക് ഐ ടോൾഡ്, നമുക്ക് ഈ രണ്ട് രീതിയിൽ ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഫൈ എം എന്ന് പറയുന്നത് മേളിലോട്ടും ഫൈ എ എന്ന് പറയുന്നത് താഴോട്ടും നിൽക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് ഡീമാഗ്നറ്റൈസേഷൻ. ക്രോസ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് ഫൈ എം ഇങ്ങനെയും ഫൈ എ എന്ന് പറയുന്നത് ഈ രീതിയിൽ നിൽക്കുകയാണ്. സോ സംതിങ് ലൈക്ക് ദിസ്. ഈ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് ഒരു ക്രോസ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയും. ദിസ് ഇസ് ജസ്റ്റ് എ റെപ്രസെന്റേഷൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തതേ ഉള്ളൂ. സോ ഇത് കാരണം എന്താ സംഭവിക്കുക? ഡിസ്റ്റോർട്ട് ചെയ്യപ്പെടും. ഓവറോൾ ഫീൽഡിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും സംഭവിക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ദിസ്? ഇത് കാരണം എന്താ സംഭവിക്കുക? ഇത് കാരണം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സ്പാർക്കിംഗ് സംഭവിക്കും. സ്പാർക്കിംഗ് ഡ്യൂറിങ് കമ്മ്യൂട്ടേഷൻ. കമ്മ്യൂട്ടേഷൻ പ്രോസസ്സിൽ സ്പാർക്കിംഗ് ഉണ്ടാവും. എന്തിനാണ് ഈ കമ്മ്യൂട്ടേഷൻ അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റർ യൂസ് ചെയ്യുന്നത്? അതൊരു ചോദ്യമാണ്. വൈ ഡു വി യൂസ് കമ്മ്യൂട്ടേറ്റർ? ഡി സി മെഷീനിൽ മാത്രം കേൾക്കുന്ന ഒരു ടേമാണ് ഈ കമ്മ്യൂട്ടേറ്റർ ബ്രഷ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞായിരുന്നു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, കോയിലുണ്ട്, അതിനായിട്ട് കറക്കിയാൽ ഇ എം എഫ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് ഏത് ഇ എം എഫ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാനൊന്ന് ഹൈഡ് ചെയ്ത് വെച്ചായിരുന്നു, ഒന്ന് മാസ്ക് ചെയ്ത് വെച്ചായിരുന്നു. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന ഇ എം എഫ് എന്ന് പറയുന്നത് എ സി ആണ്. ഓൾട്ടർനേറ്റിംഗ് വേവ് ഫോം ആയിരിക്കും കിട്ടുന്നത്. ഒരു സൈനസോയ്ഡൽ വേവ് ഫോം ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഇലക്ട്രിക്കൽ സപ്ലൈ എന്ന് പറയുന്നത് എ സി വേവ് ഫോം ആണ്. ആ എ സി വേവ് ഫോം ആണോ എനിക്ക് ആക്ച്വലി വേണ്ടത്? ഡി സി ജനറേറ്ററിൽ നിന്നും എനിക്ക് വേണ്ടത് ഡി സി സപ്ലൈ ആണ്. ഐ ഡോണ്ട് വാണ്ട് ആൻ ഓൾട്ടർനേറ്റിംഗ് സപ്ലൈ. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ജനറേറ്ററിന്റെ ഉള്ളിൽ ഉണ്ടാവുന്നത് എ സി സപ്ലൈയും പുറത്ത് എനിക്ക് വേണ്ടത് ഡി സി സപ്ലൈ ആണ്. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു മെക്കാനിസം വേണം വിച്ച് കൺവേർട്സ് എ സി ടു ഡി സി, ആൻഡ് ദാറ്റ് ഇസ് ഡൺ ബൈ കമ്മ്യൂട്ടേറ്റർ ബ്രഷ് അറേഞ്ച്മെന്റ്. കമ്മ്യൂട്ടേറ്റർ ബ്രഷ് അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ഈ എ സി ടു ഡി സി കൺവേർഷൻ നടക്കത്തുള്ളൂ. സോ
ഫോർ ദാറ്റ് പ്രോസസ് ടു ഹാപ്പൻ സ്മൂത്ത്ലി, സ്പാർക്കിംഗ് ഒന്നും ഇല്ലാതെ, ഡാമേജസ് ഒന്നും ഇല്ലാതെ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ ഈ ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്റ്റ് കുറയ്ക്കണം. ആർമേച്ചർ റിയാക്ഷൻ ഉണ്ടെങ്കിൽ സ്പാർക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നടക്കും. ദാറ്റ് ഈസ് ഈ ഒരു കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ചസ് അനുസരിച്ച്, അതിൽ നിങ്ങളത് കറക്റ്റ് ഡയഗ്രാം കാണുമ്പോൾ മനസ്സിലാവും, അതിലിങ്ങനെ ജമ്പ് ചെയ്യുന്നതനുസരിച്ച് സ്പാർക്കിംഗ് ഉണ്ടാവും. സ്പാർക്കിംഗ് ഉണ്ടായിക്കൊണ്ടിരുന്നാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഡാമേജ് ആയിരിക്കും ഉണ്ടാവുന്നത്, ആൻഡ് വിത്തിൻ എ ഷോർട്ട് ടൈം ദ മെഷീൻ ക്യാൻ ഗെറ്റ് ഡാമേജ്. അതുകൊണ്ട് ഈ സ്പാർക്കിംഗ് ഇസ് എ മേജർ ഇഷ്യൂ. അത് എന്ത് റീസൺ കാരണം ഉണ്ടാവുന്നത്, അത് ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഈ ആർമേച്ചർ റിയാക്ഷനാണ്. അതുപോലെ 4 ഇമ്പോർട്ടൻറ്റ് ടേംസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആർമേച്ചർ റിയാക്ഷനെ കുറിച്ച് പഠിക്കുമ്പോൾ 4 ഇമ്പോർട്ടൻറ്റ് ടേംസ് അറിഞ്ഞിരിക്കണം. വൺ ഇസ് GNA, അതേസ് MNA, പിന്നുള്ളത് ലീഡിംഗ് പോൾ ടിപ്പ്, ട്രെയിലിംഗ് പോൾ ടിപ്പ് എന്നീ 4 ടേംസ് അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങളൊരു ടെക്സ്റ്റ് വായിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഈ ടേംസ് അവർ ചുമ്മാ എടുത്തങ്ങ് ഇടും. ഈ ടേംസ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് സർക്യൂട്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ്. അത് പലപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ ഈ ഒരു ടോപ്പിക് എത്തുമ്പോൾ അത് മെൻഷൻ ചെയ്യണമെന്നില്ല. നിങ്ങൾ ടെക്സ്റ്റിന്റെ ഫ്രണ്ടിൽ ചെന്ന് നോക്കുമ്പോഴായിരിക്കും ആ ടെക്സ്റ്റിൽ ആദ്യമൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. മാഗ്നറ്റിക് സർക്യൂട്ട്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടെ ഈ സംഭവം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ പലപ്പോഴും ഇതൊന്നും മനസ്സിലാക്കാതായിരിക്കും സ്റ്റുഡൻസ് പഠിക്കുന്നത്, അതിനെക്കുറിച്ച് ഒരു ക്ലിയർ ഐഡിയ കാണത്തില്ല. സോ വാട്ട് ഇസ് GNA? GNA എന്ന് പറയുന്നത് ജിയോമെട്രിക് ന്യൂട്രൽ ആക്സിസ് ആണ്, ജിയോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ്. സോ ബേസിക്കലി എനിക്ക് നോർത്ത് പോൾ സൗത്ത് പോൾ ഉണ്ടല്ലോ, ആ നോർത്ത് പോളിന്റെ സൗത്ത് പോളിന്റെ ഇടയ്ക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ്. സോ 2 പോൾ ഉണ്ടെങ്കിൽ ആ 2 പോളിന്റെ ഇടയ്ക്കായിട്ട് നടുക്കായിട്ട് വരുന്ന ആക്സിസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, GNA എന്ന് പറയും, ജിയോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയും. ഓക്കെ, സോ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ മെയിൻ ഫീൽഡ് MMF, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെയിൻ ഫീൽഡ് MMFന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത്. MNA എന്താ? മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് ആണ്. ആൻഡ് ദാറ്റ് ആക്സിസ് ഇസ് പെർപെൻഡിക്കുലർ ടു ദ എയർ ഗ്യാപ് ഫ്ലക്സ്. എയർ ഗ്യാപ് ഫ്ലക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള, എയർ ഗ്യാപ് ഫ്ലക്സ് എന്തുവാന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിന്റെ സിഗ്നിഫിക്കൻസ് എപ്പോഴാണ് വരുന്നത്? ആർമേച്ചർ റിയാക്ഷൻ വരുമ്പോഴാണ് അതിന്റെ സിഗ്നിഫിക്കൻസ് വരുന്നത്. സപ്പോസ് ആർമേച്ചർ റിയാക്ഷൻ കാരണം എന്റെ ഫ്ലക്സ് ലൈൻസ് എല്ലാം ഇങ്ങനെ ആയെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്താ പറയുക, ഇവിടെ എയർ ഗ്യാപ് ഫ്ലക്സ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ നിങ്ങൾ നോക്കിയേ, ഇതാണ് എയർ ഗ്യാപ് ഫ്ലക്സിന്റെ ആ പോർഷൻ. ആ പോർഷനിൽ ഈ ഒരു എയർ ഗ്യാപ് ഫ്ലക്സിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ ആക്സിസ് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും ഉള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കും. സോ നിങ്ങളൊരു നെറ്റ് എയർ ഗ്യാപ് ഫ്ലക്സ് എടുത്താൽ ഈ ഒരു ഡയറക്ഷൻ ആയിരിക്കും ഉള്ളത്, ഈ ഒരു ഡയറക്ഷൻ ആയിരിക്കും നിൽക്കുന്നത്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കണം നമ്മുടെ ഈ MNA വരേണ്ടത്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. MNA എന്ന് പറയുന്നത് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ എയർ ഗ്യാപ് ഫ്ലക്സ്. ഓക്കെ, ആൻഡ് ലീഡിംഗ് പോൾ ടിപ്പ് എന്ന് പറയുന്നത് പോയിന്റ് അറ്റ് വിച്ച് ദ കണ്ടക്ടർ ഇസ് എൻറ്ററിങ് ദ മാഗ്നറ്റിക് റീജിയൻ. മാഗ്നറ്റിക് റീജിയനിലേക്ക് എൻ്റർ ചെയ്യുന്ന ഏത് ടിപ്പാണോ ആ പോളിന്റെ ടിപ്പിനെയാണ് നമ്മൾ ലീഡിംഗ് പോൾ ടിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ട്രെയിലിംഗ് പോൾ ടിപ്പ് എന്ന് പറയുന്നത് തിരിച്ച് ഓപ്പോസിറ്റ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. സോ സപ്പോസ് ഇഫ് ഐ ഹാവ് എ കണ്ടക്ടർ ഹിയർ, ഒരു കണ്ടക്ടർ ഉണ്ട്. ആ കണ്ടക്ടർ ആണെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഇത് ഏത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. സോ ഇയാൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് സപ്പോസ് ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ മാഗ്നറ്റിക് റീജിയനിലേക്ക് എൻ്റർ ചെയ്യുക. ഇതാണ് എൻ്റെ മാഗ്നറ്റിക് റീജിയൻ. ഈ ഒരു മാഗ്നറ്റിക് റീജിയനിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഈ പോൾ ടിപ്പിലൂടെയാണ്. ഈ പോൾ ടിപ്പിലൂടെയാണ് ഈ കണ്ടക്ടർ എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ എന്താ പറയുക? ഇതിനെ ലീഡിംഗ് പോൾ ടിപ്പ് എന്ന് പറയും. അതുപോലെ ഈ കണ്ടക്ടർ ഇങ്ങനെ കറങ്ങി ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഈ മാഗ്നറ്റിക് റീജിയൻ ലീവ് ചെയ്യാൻ പോവുക. മാഗ്നറ്റിക് റീജിയൻ ലീവ് ചെയ്യാൻ പോകുന്നത് ഏത് പോൾ ടിപ്പിലൂടെ? ഈ പോൾ ടിപ്പിലൂടെ. അതുകൊണ്ട് എന്തോ പറയും, ഇതിനെ എന്തോ പറയും? TPT എന്ന് പറയും, ട്രെയിലിംഗ് പോൾ ടിപ്പ്. ട്രെയിലിംഗ് പോൾ ടിപ്പ് എന്ന് പറയും. ഓക്കെ, സോ അതേ കണ്ടക്ടർ വീണ്ടും ഇങ്ങനെ ചെന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്ക് വീണ്ടും പുതിയൊരു മാഗ്നറ്റിക് റീജിയനിലേക്ക്, സൗത്തിന്റെ മാഗ്നറ്റിക് റീജിയനിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുക. അതുകൊണ്ട് ഈ C എന്തായി മാറും? C എന്ന് പറയുന്നത് ഒരു ലീഡിംഗ് പോൾ ടിപ്പായി മാറും. കാരണം കണ്ടക്ടർ മാഗ്നറ്റിക് റീജിയനിലേക്ക് എൻ്റർ ചെയ്യാണ്, അതിനെ നമ്മൾ ലീഡിംഗ് പോൾ ടിപ്പ് എന്ന് പറയും. അപ്പം D എന്തായി മാറും? ട്രെയിലിംഗ് പോൾ ടിപ്പായിട്ട് മാറും. സോ A and C എന്ന് പറയുന്നത് ലീഡിംഗ് പോൾ ടിപ്പും B and D എന്ന് പറയുന്നത് ട്രെയിലിംഗ് പോൾ ടിപ്പുമാണ്. സോ ഈ 4 ടേംസ് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് ഇതിന്റെ ഒരു പെർട്ടിക്കുലർ അനാലിസിസിലേക്ക് ജസ്റ്റ് ഒന്ന് പോവാം. ഇതൊരു ഇമ്പോർട്ടന്റ് അനാലിസിസ് ആണ്. ഇത് വെച്ചാണ് പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ ആർമേച്ചർ റിയാക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞൊന്ന് പോവാം, സോ ദാറ്റ് യു വിൽ ഗെറ്റ് ആൻ ഐഡിയ. ഓക്കെ, സോ ഹിയർ യു ഹാവ് ദ DC മെഷീൻ. ഇത് നമ്മുടെ DC മെഷീനാണ്. ഞാൻ പറഞ്ഞ പോലെ ഇതിനെ നമ്മൾ സ്റ്റേറ്റർ എന്ന് പറയാറുണ്ട്. സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന പാർട്ടിനെ സ്റ്റേറ്റർ എന്ന് പറയാറുണ്ട്. ആ സ്റ്റേറ്ററിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പോൾസ് വരുന്നത്. ഈ നോർത്ത് പോളും സൗത്ത് പോളും അതിന്റെ ഭാഗമായിട്ട് വരുന്നത്. ആൻഡ് റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗത്തെ നമ്മൾ റോട്ടർ എന്ന് പറയാറുണ്ട്. ആ റോട്ടറിനെയാണ് നമ്മളിവിടെ ആർമേച്ചർ എന്ന് വിളിച്ചത്.
ആ ആർമേച്ചറിലൂടെയുള്ള കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ ആർമേച്ചർ കോയിൽ അല്ലെങ്കിൽ ആർമേച്ചർ വൈൻഡിങ് അല്ലെങ്കിൽ ആർമേച്ചർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ കണ്ടക്ടേഴ്സ് ആണ് ഈ പേർപ്പിൾ കളറിൽ നിങ്ങൾ ഇവിടെ കാണുന്നത്. ആൻഡ് യു ഹാവ് 2 ബ്രഷസ്, 2 ബ്രഷസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ കറണ്ടിനെ, ജനറേറ്ററിന്റെ കേസിലാണെങ്കിൽ ഉണ്ടാവുന്ന കറണ്ടിനെ പുറത്തേക്ക് കൊടുക്കണ്ടേ, ടെർമിനൽസ് വഴി അത് പുറത്തേക്ക് പോകണ്ടേ. ഈ ഉള്ളിൽ ഉണ്ടാവുന്ന കറണ്ടിനെ പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ബ്രഷസ് യൂസ് ചെയ്താണ്, കളക്ട് ചെയ്ത് പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ബ്രഷസ് യൂസ് ചെയ്യും. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഇസ് ക്ലിയർ ഫോർ യു. നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇതിനെ ഞാൻ സപ്പോസ് ഇതിനെ മുറിച്ചിട്ട് ഇങ്ങനെ ലീനിയർ ആയിട്ട് വെച്ചെന്നിരിക്കട്ടെ. ഇതിപ്പോൾ സർക്കുലർ ആയിട്ടായിരുന്നു ഇരുന്നത്, ഇതിനെ മുറിച്ച് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചു. അങ്ങനെയാണെങ്കിൽ വാട്ട് യു വിൽ സീ, ഈ രീതിയിലായിരിക്കും നിങ്ങൾ കാണുന്നത്. ഓക്കെ, യു ഹാവ് ദ 2 പോൾസ്, 2 പോൾസ് ഇങ്ങനെ ഉണ്ട്, നോർത്ത് സൗത്ത്. സ്റ്റേറ്റർ ഇത്രയും ഭാഗമാണ് സ്റ്റേറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയും ഭാഗം സ്റ്റേറ്റർ ആണ്. ആൻഡ് ഫീൽഡ് വൈൻഡിങ്സ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ, ഫീൽഡ് വൈൻഡിങ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെ പോയി ഇങ്ങനെയാണ് ആ ഫീൽഡ് വൈൻഡിങ്സ് പോകുന്നത്. ഇവിടെയും ഫീൽഡ് വൈൻഡിങ്സ് ഉണ്ട്, അത് ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ആ കറണ്ടിന്റെ ഡയറക്ഷനും അവർ പറഞ്ഞിട്ടുണ്ട്. സോ കറണ്ട് ഇവിടെ ആണെങ്കിൽ ഉള്ളിലേക്ക് കയറുക, അങ്ങനെയാണെങ്കിൽ ഈ ഡയറക്ഷനിലേക്കായിരിക്കും. ഇവിടെ ആണെങ്കിൽ കറണ്ട് ഈ ഭാഗത്തിലൂടെയാണ് ഉള്ളിലേക്ക് കയറുന്നത്, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. സോ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, റൈറ്റ് ഹാൻഡ് റൂൾ തമ്പ് റൂൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇത് സൗത്തും ഇത് നോർത്തും ആണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, സോ ദിസ് ഇസ് ദ കറന്റ് സിനാരിയോ. ആൻഡ് സ്റ്റേറ്റർ എന്ന് പറയുന്നത് ഇത്രയും ഭാഗം, റോട്ടർ എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ്. ആ റോട്ടറിലാണ് നമ്മുടെ കണ്ടക്ടേഴ്സ്, ആർമേച്ചർ വൈൻഡിങ് ഒക്കെ ഇരിക്കുന്നത്. ഓക്കെ, ആർമേച്ചറിന്റെ കണ്ടക്ടേഴ്സ് ഒക്കെ ഇരിപ്പുണ്ട്. ആൻഡ് ബ്രഷസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ബ്രഷസ് വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബ്രഷസ് യൂഷ്വലി വെക്കുന്നത്, ഐ സ്റ്റേറ്റ് ദ വേർഡ് യൂഷ്വലി, നമ്മൾ വെക്കുന്നത് 2 പോളിന്റെയും ഇടയ്ക്കുള്ള പൊസിഷനിലായിരിക്കും. ആ പൊസിഷന്റെ പ്രത്യേകത എന്താ? ഞാൻ ആ ഒരു പൊസിഷൻ ഒരു പേര് പറഞ്ഞായിരുന്നു. എന്തായിരുന്നു പേര്? ജിയോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ്, GNA. അതാണ് ജിയോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ്. ആ ജിയോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസിലാണ് യൂഷ്വലി നമ്മൾ ബ്രഷ് വെക്കുന്നത്. ഓക്കെ, ആസ് ഓഫ് നോർമൽ കേസ് നമ്മൾ വെക്കുന്നതെന്ന് വെച്ചാൽ ഈ 2 പോളിന്റെ ഇടയ്ക്കുള്ള പൊസിഷൻ ജിയോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസിലായിരിക്കും വെക്കുന്നത്. വെൽ ആൻഡ് ഗുഡ്. ഓക്കെ, ആൻഡ് നമ്മൾ MMF വരയ്ക്കാൻ നോക്കിയാൽ, ഇവിടെയുള്ള MMF വരയ്ക്കാൻ നോക്കിയാൽ വാട്ട് യു വിൽ സീ ഇസ് ദാറ്റ് ഈ MMF എന്ന് പറയുന്നത് ഇത്രയും ഭാഗം, ഈ പോൾ ഉള്ളത് ഇത്രയും ഭാഗമാണല്ലോ, അത്രയും ഭാഗം ഈ MMF എന്ന് പറയുന്നത് മെയിൻ ഫീൽഡ് MMF ആണ്. മെയിൻ ഫീൽഡ് MMF എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിരിക്കും, സ്ട്രെയിറ്റ്. പക്ഷെ അത് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ പോളൊന്നും ഇല്ലാത്തൊരു പോർഷൻ ഉണ്ട്. അവിടെ എത്തുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഇതിങ്ങനെ കുറയാൻ തുടങ്ങി. MMF കുറഞ്ഞ് ഈ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് 0 ആവും. ആ 0 എത്തുന്ന MMF 0 എത്തുന്ന പോയിന്റ് ആണ് ആക്ച്വലി ഈ ജിയോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. ജിയോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസിന് പല ഡെഫിനേഷൻ ഉണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു ഡെഫിനേഷനാണ്. വേറൊരു രീതി പറഞ്ഞാൽ, നമ്മുടെ മെയിൻ ഫീൽഡ് MMF 0 ആവുന്ന പോയിന്റിലൂടെ പോകുന്ന ആക്സിസ്, ആ ആക്സിസിനെ നമ്മൾ ജിയോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. വേറൊരു രീതി പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നു. ഇൻഡ്യൂസ്ഡ് EMF സൈനസോയിഡലായിട്ട് ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് ഉണ്ടാവുന്ന ആ ഇൻഡ്യൂസ്ഡ് EMF-ൽ 0 വരുന്ന പോയിന്റ് കാണുമല്ലോ, ആ 0 വരുന്ന പോയിന്റിലൂടെ വരയ്ക്കുന്ന ആക്സിസിനെയും നമ്മൾ എന്തായിട്ടാണ് പറയുന്നത്? നമ്മുടെ ജിയോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ് ആയിട്ടാണ് പറയുന്നത്. സോ ദർ ആർ മൾട്ടിപ്പിൾ ഡെഫിനിഷൻ ഫോർ GNA. ഓക്കെ, സോ കറന്റ്ലി ഈ ഒരു 0-ലൂടെ പാസ് ചെയ്ത് പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് പോളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുന്നത്. ഓക്കെ, സോ ഇത്രയും നേരം സൗത്ത് ഇന്ത്യൻ ഇൻഫ്ലുവൻസിലാണ്. പിന്നെ നോർത്ത് ഇന്ത്യൻ ഇൻഫ്ലുവൻസിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് താഴേക്ക് പോകണം, നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോകണം. പിന്നെ ഇത്രയും ഭാഗം വരുമ്പോഴത്തേക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പിന്നെ ഇത് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്, സംതിങ് ലൈക്ക് എ ഫ്ലാറ്റ് ടോപ്ഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ട്രപ്പീസോയിഡൽ വേവ് ഫോം എന്നൊക്കെ പറയും, അല്ലേ? സംതിങ് ലൈക്ക് ദാറ്റ്, ട്രപ്പീസോയിഡൽ അല്ലെങ്കിൽ ഫ്ലാറ്റ് ടോപ്ഡ് വേവ് ഫോം എന്നൊക്കെ നമ്മൾ പറയും. കൂടുതൽ ട്രപ്പീസോയിഡൽ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. സോ ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ട്രപ്പീസോയിഡൽ വേവ് ഫോം ആയിരിക്കും കിട്ടുന്നത്. സോ ദിസ് ഇസ് വാട്ട് വി എക്സ്പെക്ട്. ആക്ച്വലി നമ്മുടെ MMF വേവ് ഫോം എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം ഇരിക്കേണ്ടത്, മെയിൻ ഫീൽഡ് MMF. ഓക്കെ, ആൻഡ് ആർമേച്ചർ MMF-ന്റെ നിങ്ങൾ വരയ്ക്കാൻ നോക്കിയാൽ, ആർമേച്ചർ MMF വേവ് ഫോം നിങ്ങൾ വരയ്ക്കാൻ നോക്കി, ഇറ്റ് വിൽ ബി എ ട്രയാങ്കുലർ വേവ് ഫോം. ഈ രീതിയിലുള്ള ഒരു വേവ് ഫോം ആയിരിക്കും കിട്ടുന്നത്. സോ MMF ഇങ്ങനെ വരയ്ക്കാൻ നോക്കി ഈ രീതിയിലായിരിക്കും. സോ വാട്ട് ഈസ് ദ മീനിങ്? ഇതിന്റെ പീക്ക് ഉണ്ടാവുന്നത്, മാക്സിമം ഉണ്ടാവുന്നത് ഈ ഒരു പോയിന്റിലായിരിക്കും. ദാറ്റ് ഈസ് നമ്മുടെ GNA എവിടെയാണോ ഉള്ളത്, അല്ലെങ്കിൽ ബ്രഷ് എവിടെയാണോ വെച്ചേക്കുന്നത്, അവിടെ ആയിരിക്കും ഇതിന്റെ മാക്സിമം ഉണ്ടാവുന്നത്. ഓക്കെ, അത് നിങ്ങൾ വരയ്ക്കിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. അത് കുറച്ച് വരയ്ക്കുന്ന ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് പ്രോസസ്. നമുക്കത് അറിയേണ്ട കാര്യമില്ല. ആസ് ഓഫ് നോ ജസ്റ്റ് റിമെമ്പർ ദി ഷേപ്സ്. ഇങ്ങനെ ആയിരിക്കും അതിന്റെ ഷേപ്സ് എന്നുള്ള കാര്യം മാത്രം ഓർത്താൽ മതി. ദർ ഇസ് നത്തിങ് മോർ ദാൻ ദാറ്റ്. ഓക്കെ, സോ 2 MMF-ന്റെയും ഏതൊക്കെ MMF?
മെയിൻ ഫീൽഡ് എം എം എഫിന്റെയും ആർമേച്ചർ എം എം എഫിന്റെയും വേവ് ഫോം നമ്മൾ വരച്ചു. ഓക്കെ, ഇനി ഇവർ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്യും അല്ലേ. ഇവരുടെ രണ്ടുപേരുടെ റിസൾട്ടന്റ് ആണ് ഫൈനലി നമ്മൾ എയർ ഗ്യാപ്പ് എം എം എഫ് ആയിട്ട് കാണുന്നത്. റിസൾട്ടന്റ് എം എം എഫ് എന്ന് പറയും. സോ ആ എം എം എഫ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. യു വിൽ ബി സീയിങ് സംതിങ് ലൈക്ക് ദിസ്. ആൻഡ് യു ഷുഡ് ഹാവ് ടു സീ ടു ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ഇൻഫാക്ട് ആർമേച്ചർ റിയാക്ഷനിൽ നിന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഒന്നെന്ന് പറയുന്നത്, ഇവിടെ ആണെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ജനറേറ്റർ മോഷൻ ആണെങ്കിൽ ജനറേറ്ററിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ജനറേറ്റർ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഡയറക്ഷൻ, ദാറ്റ് ഇസ് എന്റെ റോട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റൊട്ടേറ്റിംഗ് ഇൻ ദിസ് ഡയറക്ഷൻ, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ സപ്പോസ് ഈ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യാന്നിരിക്കട്ടെ. അങ്ങനെയാണ് ഈ ഒരു കണ്ടക്ടർ ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ ഈ പോളിന്റെ അണ്ടറിലേക്ക് വരിക. അപ്പൊ ഇത് ലീഡിങ് പോൾ ടിപ്പും ഇത് ട്രെയിലിംഗ് പോൾ ടിപ്പുമാണ്. അതുപോലെ ഇത് ലീഡിങ് പോൾ ടിപ്പ്, ഇത് ട്രെയിലിംഗ് പോൾ ടിപ്പാണ് അല്ലേ. ഇത് ട്രെയിലിംഗ് പോൾ ടിപ്പാണ്. ആൻഡ് ആർമേച്ചർ റിയാക്ഷൻ ഇല്ലെങ്കിൽ ഈ ട്രെയിലിംഗ് പോൾ ടിപ്പിന്റെയും ലീഡിംഗ് പോൾ ടിപ്പിന്റെയും രണ്ടിടത്തും സെയിം വാല്യൂ ആണ് വരുന്നത് അല്ലെ. സെയിം വാല്യൂ ഇല്ല വരുന്നത്, നോ ചേഞ്ച്. ലീഡിംഗ് പോൾ ടിപ്പിലും ട്രെയിലിംഗ് പോൾ ടിപ്പിലും സെയിം എം എം എഫ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പക്ഷേ ആർമേച്ചർ റിയാക്ഷൻ ഉണ്ടെങ്കിൽ എന്ത് പറ്റും? വെൻ യു ഡ്രോ ദ റിസൾട്ടന്റ് യു വിൽ സീ ദാറ്റ് രണ്ട് എം എം എഫിന്റെയും വാല്യൂ ഡിഫറെന്റ് ആയി മാറി. ഇവിടെ ആണെങ്കിൽ ലീഡിംഗ് പോൾ ടിപ്പിൽ നിങ്ങൾക്ക് ലെസർ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ട്രെയിലിംഗ് പോൾ ടിപ്പിൽ എത്തുമ്പോഴത്തേക്ക് കൂടുതൽ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ രണ്ട് പോളിന്റെ ടിപ്പിലും നിങ്ങൾക്ക് രണ്ട് വാല്യൂ ഓഫ് എം എം എഫ് ആയിരിക്കും കിട്ടുന്നത്. ദിസ് ഇസ് എ ഇൻട്രസ്റ്റിംഗ് തിങ്. ആൻഡ് ഇൻഫാക്ട് ഈ ഒരു സൈഡിൽ, ദാറ്റ് ഇസ് ഈ ട്രെയിലിംഗ് പോൾ ടിപ്പിൽ കൂടുതൽ ഫ്ലക്സ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കൂടുതൽ എം എം എഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഈ കോറിൽ സാച്ചുറേഷൻ, ഈ പോൾ ടിപ്പിൽ സാച്ചുറേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സാച്ചുറേഷൻ ഇസ് നോട്ട് എ ഗുഡ് തിങ്, അതങ്ങ് പറയാം. അതുകൊണ്ട് ഈ ഒരു എഫക്റ്റ് ഉണ്ട്. ദാറ്റ് ഇസ് എന്താ എഫക്റ്റ്? ട്രെയിലിംഗ് പോൾ ടിപ്പ് കൂടുതൽ ഒരു ഫ്ലക്സ് കോൺസെൻട്രേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. ലീഡിംഗ് പോൾ ടിപ്പ് ലെസർ ഫ്ലക്സ് ആയിരിക്കും ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലെസർ കോൺസെൻട്രേഷൻ ഓഫ് ഫ്ലക്സ് ആയിരിക്കും ഫേസ് ചെയ്യുന്നത്. ഇതേ സാധനം അപ്പുറത്തെ സൈഡിലും ഇവിടെയും നോക്കിയാൽ നിങ്ങൾക്ക് അതേപോലെ കാണാം. ബേസിക്കലി ഇത് റിസൾട്ടന്റ് ആയിട്ട് വരച്ചാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഇങ്ങനെ വന്നത് ഇവരെ രണ്ടുപേരുടെയും കൂടെ കോമ്പിനേഷൻ ആയിട്ട് നിങ്ങൾ വരച്ചാൽ റിസൾട്ടന്റ് അല്ലെങ്കിൽ എയർ ഗ്യാപ്പ് എം എഫ് ആയിട്ട് കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലീഡിംഗ് പോൾ ടിപ്പിൽ ചെറിയ വാല്യൂ, ട്രെയിലിംഗ് പോൾ ടിപ്പിൽ കൂടുതൽ വാല്യൂ ആയിട്ടായിരിക്കും വരുന്നത്. സോ എങ്ങനെയായിരുന്നു ഐഡിയലി എക്സ്പെക്ട് ചെയ്തത്? സ്ട്രെയിറ്റ് ആയിട്ടായിരുന്നു. പക്ഷെ ആർമേച്ചർ റിയാക്ഷൻ കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. നെക്സ്റ്റ് ഞാൻ പറഞ്ഞു രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നുള്ളതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ജിയോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസിലൂടെയാണ് നമ്മുടെ ഈ 0 പോയിന്റ് ക്രോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു സംഭവം. ദാറ്റ് ഇസ് ജിയോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസിലൂടെയാണ് നമ്മുടെ ഫ്ലക്സിന്റെ, നമ്മുടെ മെയിൻ ഫീൽഡ് ഫ്ലക്സ് 0 ക്രോസ് ചെയ്ത് പോകുന്ന ആ ആക്സിസിലൂടെയാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ യു വിൽ സീ ദാറ്റ് നമ്മുടെ നേരത്തെ ഉള്ള മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് ഉണ്ടല്ലോ, ജിയോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ് ഉണ്ടല്ലോ, ആ ആക്സിസ് ഇവിടെ ആയിരുന്നു. പക്ഷെ ആ ഒരു വാല്യൂവിൽ നിങ്ങൾ നോക്കിയാൽ എം എം എഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോൺ സീറോ വാല്യൂ ആണ്. പക്ഷെ 0 ക്രോസ് ചെയ്യുന്നത് വേറെ ഏതോ ഒരു വാല്യൂ ആണ്. കുറച്ച് ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് നിങ്ങളുടെ ജിയോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ് ഷിഫ്റ്റ് ചെയ്യത്തില്ല, അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, അതെപ്പോഴും ഇവിടെ തന്നെയാണ്. പക്ഷേ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ടന്റ് ഫ്ലക്സ് പാസ് ചെയ്യുന്ന 0 എന്ന് പറയുന്നത് ഹാസ് ഷിഫ്റ്റഡ്, കുറച്ച് ഷിഫ്റ്റ് ചെയ്താണ് ഇരിക്കുന്നത്. സോ ദിസ് ഇസ് നോട്ട് ആസ് ദ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്. സോ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസും ജി എൻ എയും നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ കൺസിഡർ ചെയ്തില്ലായിരുന്നെങ്കിൽ അവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കേണ്ടതാണ്, കോയിൻസൈഡ് ചെയ്തിരിക്കേണ്ടത്. പക്ഷെ ആർമേച്ചർ റിയാക്ഷൻ കൺസിഡർ ചെയ്താൽ ഒരു ഷിഫ്റ്റിംഗ് സംഭവിക്കും. ജിയോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ് മാറത്തില്ല, അത് അതുപോലെ തന്നെ ഇരിക്കും. പക്ഷെ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് വിൽ ബി ഷിഫ്റ്റഡ്. അപ്പൊ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് ഷിഫ്റ്റ് ചെയ്താൽ എന്ത് പറ്റും? ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ബ്രഷസ് വെക്കുന്നത് എപ്പോഴും ഈ ഫ്ലക്സ് 0 ക്രോസ് ചെയ്യുന്ന പോയിന്റിലാണ് വെക്കേണ്ടത്. അപ്പോ ഞാൻ ഇവിടെ തന്നെ നമ്മുടെ ബ്രഷ് അങ്ങ് വെച്ചാൽ എന്തോ പറ്റും? സ്പാർക്കിംഗ് ഉണ്ടാവും. സ്പാർക്കിംഗ്, ആ ഇഷ്യൂ നമ്മൾ നേരത്തെ കണ്ട ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, സ്പാർക്കിംഗ് ഓഫ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്ന ആ ഇഷ്യൂ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്തോ വേണം? ഈ ബ്രഷിനെ ഷിഫ്റ്റ് ചെയ്യണം. ബ്രഷിനെ എങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടത്? ഈ ഫ്ലക്സ് 0 ക്രോസ് ചെയ്യുന്ന ആ ആക്സിസിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. സോ ദാറ്റ് സ്പാർക്കിംഗ് എന്ന് പറയുന്ന ഇഷ്യൂ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. സോ ഈ രണ്ട് രീതിയിലാണ് ആർമേച്ചർ റിയാക്ഷൻ നിങ്ങൾക്ക് തലവേദന ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഒന്ന് നമ്മുടെ ലീഡിംഗ് പോൾ ടിപ്പിലും ട്രെയിലിംഗ് പോൾ ടിപ്പിലും ഉണ്ടാവുന്ന ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷനിലുള്ള ഡിഫറൻസ്. പിന്നുള്ളത്
നമ്മുടെ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്ന ഷിഫ്റ്റിംഗ് സംഭവിക്കുന്നുണ്ട്. അത് കാരണം കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ അത് അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കും. സോ ഫൈനലി വാട്ട് യു ക്യാൻ കൺക്ലൂഡ് ഇസ് ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു തലവേദന പിടിച്ച സാധനമാണ്. ആൻഡ് യു ഹാവ് ടു ഡു സർട്ടൺ തിങ്സ് ഇൻ ഓർഡർ ടു ഓവർകം ആർമേച്ചർ റിയാക്ഷൻ. ആർമേച്ചർ റിയാക്ഷൻ ഓവർകം ചെയ്യാൻ നിങ്ങൾ കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്യണം. അതിൽ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്, ദാറ്റ് ഇസ്, നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും അധികം പറയുന്നില്ല, ബട്ട് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ ഒരു പോളിന്റെ ഈ ഫേസിൽ നിങ്ങൾ വൈൻഡിങ് പ്രൊവൈഡ് ചെയ്യും, കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് എന്ന് പറയും. അത് കാരണം നിങ്ങൾക്ക് ആർമേച്ചർ റിയാക്ഷൻ കുറയ്ക്കാൻ പറ്റും. പിന്നുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്റർ പോൾസ് വെക്കാൻ പറയും. ഇന്റർ പോൾസ് എന്ന് പറഞ്ഞാൽ നോർമൽ ഉള്ള പോൾസ് ഉണ്ടല്ലോ, മെയിൻ പോൾസ് ഉണ്ട്, അതിന്റെ ഇടയ്ക്കായിട്ട് നമ്മൾ ഇന്റർ പോൾസ് വെക്കും. അങ്ങനെ ഇന്റർ പോൾസ് വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആർമേച്ചർ റിയാക്ഷൻ കുറയ്ക്കാൻ പറ്റും. പിന്നെ ഈ ഒരു പോളിന്റെ ഡിസൈൻ, അത് ലാമിനേറ്റ് ചെയ്യുന്നതും അതിന്റെ ഷേപ്പും അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആർമേച്ചർ റിയാക്ഷൻ കുറയ്ക്കാൻ പറ്റും. So final conclusion is that armature reaction is not a good thing for a DC machine and you have to reduce it, and there are multiple ways of reducing it. I hope this point is clear and I hope you enjoyed the video and I hope you understood the topic. Thank you.